യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നതിന് മുൻപ് യാക്കോബിൻ്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 5:11 യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നതിന് മുൻപ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം സങ്കീർത്തനത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ അവസാന 2 വാക്യങ്ങൾ 16-17 വാക്യങ്ങൾ. ഇയ്യോബ് 42, ജോബ്, ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 verse 16 and 17. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. ശബ്ദം ഉയർത്തി വായിച്ചേ. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ആദ്യത്തെ പദം ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. അതിൻ്റെ ശേഷം. കേട്ടില്ല? ഒരിക്കൽ കൂടെ. അതിൻ്റെ ശേഷം. ഒരിക്കൽ കൂടെ ശക്തിയോടെ. അതിൻ്റെ ശേഷം. കമാൻ, ഒരിക്കൽ കൂടെ പറഞ്ഞേ നന്നായിട്ട്. അതിൻ്റെ ശേഷം. എന്നോട് ചോദിക്കുക എല്ലാവരും കൂടെ, ഏതിൻ്റെ ശേഷം പറഞ്ഞേ. കാണിച്ച എല്ലാവരും കാണിക്കുക. VBS പോലെ എല്ലാവരും കാണിക്കുക. ഏതിൻ്റെ ശേഷം കാണിക്കുക. കമാൻ. ഹല്ലേലൂയ. എന്നോട് കാണിക്കാത്തവർ ചുറ്റും ഇരിക്കുന്നവരോട് ചോദിക്കുക, ഏതിൻ്റെ ശേഷം? നിങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയങ്ങൾക്ക് ശേഷം. ഓ ലോർഡ്. ആശീർവാദം പറഞ്ഞു വിടാം അല്ലേ? മതി. സ്തോത്രം. ഈ വിഷയത്തിൽ നിങ്ങൾ പൊളിയത്തില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ സമയമാം രഥത്തിൽ പാടത്തില്ല. ഈ താഴ്വരയിൽ നിങ്ങൾ നശിക്കത്തില്ല. ഈ കണ്ണുനീരിൽ നിങ്ങൾ അവസാനിക്കത്തില്ല. ഈ വെല്ലുവിളിയിൽ നിങ്ങളുടെ ശവപ്പെട്ടി പൊങ്ങത്തില്ല. ഇന്നത്തെ പ്രശ്നത്തിൽ നിങ്ങളുടെ ജീവിതം തീർന്നു പോകത്തില്ല. അതിൻ്റെ ശേഷം. ആരൊക്കെയോ പറയുമായിരിക്കും, സ്തോത്രം, ഇതോടെ തീർന്നെന്ന്. നോവേ, ഇതിന് ശേഷം. സ്തോത്രം. അതിനുവേണ്ടി എന്തു ചെയ്യണം? ജെയിംസ് ചാപ്റ്റർ 5 യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഇത് പുസ്തകം പറയുന്നു. സ്തോത്രം. യോബിൻ്റെ സഹിഷ്ണുത. ഇന്ന് പകൽ പ്രധാനമായി നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത് യോബിനെ കുറിച്ചാണ് ഇന്ന് പകൽ നാം കേൾക്കുന്നത്. ഈ ദൂതിന് ഒരു തലക്കെട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ്: ജോബ്, ഗോഡ് സൈൻ ബോർഡ്. യോബ് ദൈവത്തിൻ്റെ ചൂണ്ടുപലക. സ്തോത്രം. യോബ് ഗോഡ് സൈൻ ബോർഡ്. നിങ്ങൾ ഓരോരുത്തർ ദൈവത്തിൻ്റെ അടയാള പലകയാണ്, അല്ലെങ്കിൽ ചൂണ്ടുപലകയാണ്. സ്തോത്രം. യോബ് ദൈവത്തിൻ്റെ ചൂണ്ടുപലക. വേദപുസ്തകം പറയുന്നു, സഹിഷ്ണുതയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ആരാണോ ദൈവസന്നിധികൾ കാത്തിരിക്കുന്നത്, അവിടെ ജീവിതത്തിൻ്റെ ആരംഭം പോലെയായിരിക്കത്തില്ല അവസാനം. അവിടെ മധ്യം പോലെയായിരിക്കത്തില്ല അവസാനം. കാരണം സഹിഷ്ണുതയോടെ കാത്തിരിക്കുകയാണ്. സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു? പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഏതോ കാര്യാദികൾക്ക് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞു ഈ ദിവസങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ കൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം ഒത്തിരി നല്ലതായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒത്തിരിയും നല്ല കാലം നിങ്ങളുടെ മുൻപിൽ ദൈവകൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ഇയ്യോബിന്റെ പുസ്തകം, സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായങ്ങളാണുള്ളത്. അതിന്റെ 3 പ്രത്യേകതകൾ ഞാൻ പറയട്ടെ. ഇറ്റ്സ് റിട്ടൺ ആസ് പോയട്രി. അത് ഒരിക്കലും ഗദ്യമായിട്ടല്ല എഴുതിയിരിക്കുന്നത്, അത് പദ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് പോയട്രി. സദൃശവാക്യം അതുപോലെയാണ്. സഭാപ്രസംഗി ചില ഭാഗങ്ങൾ അതുപോലെയാണ്. വിശേഷിച്ച സങ്കീർത്തനം ഒരു പോയട്രിയാണ്. 150 സങ്കീർത്തനം നമ്മൾ വായിച്ചു വിടുന്നു. നോ, അത് പാടി വിടേണ്ടതായിരുന്നു. ഇറ്റ് വാസ് എ പോയട്രി.
പൊയട്രി. സ്തോത്രം. അതെ, സദൃശവാക്യമാകട്ടെ സങ്കീർത്തനമാകട്ടെ ഇയ്യോബിന്റെ പുസ്തകം അതൊരു പൊയട്രിയാണ്. ഇറ്റ്സ് എ വിസ്ഡം ബുക്ക്. അതൊരു ജ്ഞാനത്തിന്റെ പുസ്തകമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന വേറെ രണ്ട് പുസ്തകങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ജ്ഞാനത്തിന്റെ പുസ്തകം, ഒന്ന് സദൃശവാക്യം, മറ്റൊന്ന് സഭാപ്രസംഗി. സദൃശവാക്യവും സഭാപ്രസംഗിയും ജ്ഞാനത്തിന്റെ പുസ്തകമാണ്. മൂന്നാമതായിട്ടുള്ള ഒരു പുസ്തകമാണ് വിസ്ഡം ബുക്കാണ്. സ്തോത്രം. അതെ, ജീവിതത്തിൽ ജ്ഞാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഉപദേശിക്കുന്ന ഒരു പുസ്തകമാണ് സ്തോത്രം ഇയ്യോബിന്റെ പുസ്തകം. തിരുവചനം പറയുന്നു, ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. ജ്ഞാനത്തിലാണ് നിങ്ങളുടെ ലൈഫ് പണിയുന്നത്, എഡ്യൂക്കേഷനിലല്ല, വിദേശ പണത്തിലല്ല, സ്തോത്രം. അതെ, വിസയിലല്ല. നോവേ, അങ്ങനെയൊന്നും ജീവിതം പണിവാൻ തക്കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് നമുക്ക് പണിവാൻ തക്കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ട് പണത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും എനിക്കും നിങ്ങൾക്കും ആവശ്യം ദൈവത്തിന്റെ ജ്ഞാനമാണ്. ജ്ഞാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളെ പൊളിക്കുവാൻ ഒന്നിനും ഒരുത്തർക്കും ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിന്റെ ജ്ഞാനം. സോ ഒന്ന് അത് പൊയട്രിയാണ്, രണ്ട് വിസ്ഡം ബുക്കാണ്, മൂന്ന് അതൊരു ഹിസ്റ്റോറിക് ബുക്കാണ്. അത് സ്തോത്രം ഒരു ചരിത്രമാണ്. ഊസ് എന്ന ദേശത്തിൽ ഇയ്യോബ് എന്ന പുരുഷൻ ഉണ്ടായിരുന്നു എന്ന ഒന്നാമത്തെ ലൈനിൽ തന്നെ, ഫസ്റ്റ് ലൈനിൽ തന്നെ, ആദ്യ വരിയിൽ തന്നെ ഇറ്റ്സ് എ ഹിസ്റ്റോറിക് ബുക്ക്. അതൊരു ചരിത്ര പുസ്തകമാണ്. സ്തോത്ര. ഊഹാപോഹമല്ല. അങ്ങനെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ചിത്തിരത്തിനാൾ മഹാരാജാവ് ഉണ്ടായിരുന്നു. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ മഹാത്മാഗാന്ധി ഇന്നടുത്ത് പ്രസംഗിച്ചിരുന്നു എന്ന് പറയുന്ന പോലെ ചർച്ച നെഹ്റു അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രസംഗം നടത്തി എന്ന് പറയുന്ന പോലെ വളരെ വ്യക്തമായി പകൽ വെളിച്ചം പോലെ ഒരു ചരിത്ര പുസ്തകമാണ്. ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സ്തോത്രം ഇയ്യോബ്. ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ കാലഘട്ടം ഏതാണ്? രണ്ട് കാലഘട്ടങ്ങൾ മിക്കവാറും തിയോളജിയന്മാർ, ചരിത്ര പുരുഷന്മാർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നു. സ്തോത്രം. ഹിസ്റ്റോറിയൻസ് രണ്ട് കാലങ്ങൾ പറയുന്നു. അത് തന്നെ തിയോളജിയൻസ് പറയുന്നു, വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ഒന്നുകിൽ അബ്രഹാമിന് തൊട്ട് മുൻപാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിലാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, സ്തോത്രം. ഒന്നുകിൽ അബ്രഹാമിന്റെ കാലത്തിന് തൊട്ട് മുൻപാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്, ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലത്തായിരുന്നു ഇയ്യോബ് ജീവിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം ആരാണ് എഴുതിയത്? ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് ആ 42 അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. മിക്കവാറും പേരുടെ അഭിപ്രായം ഇതാണ്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങൾ മോശ എഴുതിയതുപോലെ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇയ്യോബിനെ കുറിച്ച് മോശ തന്നെയായിരിക്കണം എഴുതിയിരിക്കുന്നത്. മോശ അങ്ങനെയെങ്കിൽ 6 മേജർ പുസ്തകങ്ങളാണ് എഴുതിയത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇയ്യോബിന്റെ പുസ്തകം ചേർത്ത് മോശ 6 പുസ്തകങ്ങളാണ് എഴുതിയത്. മോശയുടെ ഒരു ഭാഗ്യമേ, മോശയുടെ ഒരു കഴിവേ മനസ്സിലാക്കുക. മിസ്രൈമിലെ സകല ജ്ഞാനത്താൽ ദൈവം മോശയ്ക്ക് സ്തോത്രം പഠിപ്പാൻ, കലാശാല ചെയ്യുവാൻ, അഥവാ പഠിപ്പാൻ ദൈവം അവസരം കൊടുത്തു. മനസ്സിലാക്കുക. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസം ദൈവം മോശയ്ക്ക് കൊടുത്തു. ഫറവോനാകാനല്ല, പിരമിഡിന് കീഴിൽ മമ്മിഫിക്കേഷൻ അല്ലെങ്കിൽ മമ്മിയായി തീരുവാൻ വേണ്ടിയല്ല, ഏതോ രാജ്യത്തെ ഭരിപ്പാനല്ല ആ വിദ്യാഭ്യാസം ദൈവം മോശയ്ക്ക് കൊടുത്തത്. പകരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി 10 കൽപ്പനകളെ ദൈവത്തിൽ വാങ്ങുവാൻ ഇസ്രായേൽ ദേശത്തിന്, സഭയ്ക്ക്, ഇസ്രായേൽ രാജ്യത്തിന്, സഭയ്ക്കുള്ളതായ വിലയേറിയ പുസ്തകങ്ങൾ എഴുതുവാൻ വേണ്ടി ദൈവം അവന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയ അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നൽകി. ദൂത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും തന്നിരിക്കുന്നുവെങ്കിൽ, എൻ്റെ ട്രിവാൻഡ്രം മലയാളത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് പുട്ടടിക്കാനല്ല ദൈവം തന്നത്, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. മോശയുടെ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം ഇന്നത്തെ കേംബ്രിഡ്ജോ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ ഇന്നത്തെ ഏതെങ്കിലും സ്തോത്രം ലീഡിംഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നത് പോലെ അക്കാലത്ത് സ്തോത്രം മോശയ്ക്ക് ദൈവമായ കർത്താവ് നൽകിയതായ ആ വലിയ വിദ്യാഭ്യാസത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സോ മോശയാണ് ഇയ്യോബിന്റെ പുസ്തകം മിക്കവാറും എഴുതിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, മോശ ഇയ്യോബിന്റെ പുസ്തകം എഴുതി. സോ ഇയ്യോബിന് 4 ക്വാളിറ്റി നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 4 പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ടതായ ക്വാളിറ്റി സ്തോത്രം ഇയ്യോബിനുണ്ട്. ആദാമിന് 4 പ്രധാനപ്പെട്ടതായ സ്തോത്രം ക്വാളിറ്റിയോടെയാണ് ആദാമിന്റെ ദൈവമായ കർത്താവ് അതെ ഈ ലോകത്തെ ഭരിപ്പാൻ തക്കവണ്ണം അവകാശം നൽകിയത്. സൃഷ്ടിയുടെ സംഖ്യയാണ് 4. ദൈവ സൃഷ്ടിയാക്കുന്നതായ സ്തോത്രം ഇയ്യോബിന് 4 ക്വാളിറ്റിയെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അതെ തുടർന്ന് ദൈവം സാക്ഷ്യം പറയുന്നതായ ആ 4 ക്വാളിറ്റി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. 1 അവൻ നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, 3 ദൈവഭക്തൻ, 4 ദോഷം വിട്ട് അകലുന്നവൻ. സ്തോത്രം 4 ക്വാളിറ്റി ഇയ്യോബിനെ കുറിച്ച് കാണുവാൻ കഴിയും. സ്തോത്രം നോക്കണമേ, 4 ക്വാളിറ്റി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 1 പറഞ്ഞാട്ടെ നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, 3 ദൈവഭക്തൻ, 4 ദോഷം വിട്ട് അകലുന്നവൻ. 4 പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ് ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോസ് ദേശത്ത് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റേത് പുരുഷന്മാരെക്കാളും ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഇയ്യോബ്. ഒരിക്കൽ കൂടെ സ്തോത്രം അക്കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിലുണ്ടായിരുന്നത് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ എല്ലാ രീതിയിലുമായിരുന്നു സ്തോത്രം അവന്റെ ജീവിതത്തിൽ. ദേഹം, ദേഹി, ആത്മാവിൽ സ്തോത്രം ഉണ്ടായിരുന്ന സകല അനുഗ്രഹത്താൽ ദൈവം നിറച്ചിരുന്നു. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. ദേശത്തിൽ എവിടെ നോക്കിയാലും ഇയ്യോബിന്റെ ആട്, ഇയ്യോബിന്റെ മാടുകൾ, ഇയ്യോബിന്റെ ഒട്ടകം എന്ന് പറയത്തക്കതായ സമ്പാദ്യത്താൽ നിറച്ചിരുന്നു. മനസ്സിലാക്കണമേ, മോശയുടെ കാലത്തിൽ നാണയങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ അന്ന് നാണയങ്ങളോ നാണ്യങ്ങളുടെ പേരിലല്ല സമ്പാദ്യം അറിയപ്പെടുന്നത്, പകരം സ്തോത്രം മൃഗങ്ങളുടെ പേരിലാണ്. സ്വയം പോലെ ഇയ്യോബിന്റെ കാലഘട്ടം മറ്റൊന്നായിരുന്നത് കൊണ്ട് അവന്റെ മൃഗസമ്പത്തിന്റെ പേരിൽ അവന്റെ സ്തോത്രം മറ്റ് മൃഗസമ്പത്തിന്റെ പേരിൽ ഇയ്യോബിന്റെ ധനത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. സോ അങ്ങനെ സ്തോത്രം ഇയ്യോബ് വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായി ഒരു രാജ പ്രമുഖന് തത്തുല്യമായി, ഞാൻ ആ പദം ആവർത്തിക്കുന്നു, രാജപ്രമുഖന് തത്തുല്യനായി ഇയ്യോബ് ജീവിച്ചു വരികയാണ്. എന്നാൽ സ്തോത്രം ഓൾ ഓഫ് എ സഡൻ പരിശുദ്ധാത്മാവ് ഭൗമമണ്ഡലത്തിൽ ഫിസിക്കൽ റിലത്തിൽ ഊസ് ദേശത്ത് ജീവിക്കുന്നതായ ഒരു മനുഷ്യനെ കുറിച്ച് ഭൗമമണ്ഡലത്തിൽ ഫിസിക്കൽ റിലത്തിൽ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ദ കോർട്ട് റൂം ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ കോടതിയെ കാണിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക, എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഐ നീഡ് യുവർ ടോട്ടൽ അറ്റൻഷൻ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഭൗമമണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിലേക്ക് സ്തോത്രം നമ്മെ കൊണ്ടുപോകുകയാണ്. ഇയ്യോബ് എന്നൊരു പുരുഷനുണ്ട്, അവന്റെ പദവി ഇതാണ്, അവന്റെ ധനം ഇതാണ്, അവന്റെ ക്വാളിറ്റി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്തോത്രം കോർട്ട് റൂം ഓഫ് ഹെവൻ, സ്വർഗീയ കോടതിയെ കാണിക്കുന്നു. സ്വർഗീയ കോടതിയിൽ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ദൈവപുത്രന്മാർ അവന്റെ അടുക്കലേക്ക് കടന്നു പോകുന്നു. അവിടെ ദൈവപുത്രന്മാർ എന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ യഹോവ തിഷ്കനു, നീതിയുടെ ദൈവം ഇരിക്കുന്നു. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. എന്റെ ദൈവം ലോക്കൽ അല്ല, സ്വർഗം അവന്റെ സിംഹാസനമാണ്, ഭൂമി അവന്റെ പാദപീഠമാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ അസാധ്യമായി ഒന്നുമേ ഇല്ല. അവൻ സകലത്തിനെ സൃഷ്ടിക്കുന്നവനാണ്, അവൻ സകലത്തിനെ പരിപാലിക്കുന്നവനാണ്. ഈ കാണുന്ന സകലത്തിന്റെ ഓണർഷിപ്പ് എൻ്റെ ദൈവത്തിൻ്റെതാണ്. അത് ഭൂമിയാകട്ടെ, അത് ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളാകട്ടെ. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലം അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. 19-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭൂമി ദൈവത്തിൻ്റെതാണ്, ആകാശം ദൈവത്തിൻ്റെതാണ്. സൃഷ്ടികർത്താവായ ദൈവം, വലിപ്പത്തിൽ വലിയവനായ ദൈവം, അതിർത്തികൾ ഇല്ലാത്തവനായ ദൈവം, പരിധികൾ ഇല്ലാത്തവനായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടെ ദൈവപുത്രന്മാരായ ദൈവദൂതന്മാർ കടന്നു ചെല്ലുന്നു. അതോടൊപ്പം സ്തോത്രം സാത്താന് ദൈവസന്നിധിയിൽ ആക്സസ് ഉണ്ട്. വളരെ ശ്രദ്ധിക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി പോകാൻ സാത്താന് ആക്സസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, സ്തോത്രം അതെ, സാത്താൻ ദൈവത്തിന്റെ മുൻപിൽ അക്കൗണ്ട് കൊടുപ്പാൻ കടന്നു പോകണമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം അതെ, ദൈവം അറിയാതെ സാത്താന് ചെറുവിരൽ അനക്കാൻ കഴിയത്തില്ല. ഓ ദൈവത്തിന്റെ വലിപ്പമേ, ഹല്ലേലൂയ. കാരണം സാത്താൻ എന്ന് പറയുന്നവൻ സൃഷ്ടിയാണ്.
സ്തോത്രം. അതുകൊണ്ട് ഇതാ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇതാ കടന്നു പോകുകയാണ്. ദൈവം സാത്താനോട് ചോദിക്കുന്നു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? സാത്താന് പറയാൻ ഒരു പ്രത്യേക അഡ്രസ് ഇല്ല, സാത്താൻ ഒരു പ്രത്യേക വിലാസമില്ല, സാത്താന് ഒരു ഭവനമില്ല, പാർക്കാൻ ഒരു ഭവനമില്ല. അതുകൊണ്ട് അവൻ ഊടാടി നടക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ദൈവം സാത്താനെ വിളിച്ചു വരുത്തുകയല്ല, ദൈവം സാത്താനെ പ്രൊവോക്ക് ചെയ്യുകയല്ല. സ്തോത്രം. ഇറ്റ് വാസ് എ റൊട്ടീൻ. അതെ, സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി വരുമ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഊടാടി വരുന്നു. ഉടനെ ദൈവം ചോദിക്കുന്നു, ഭൂമിയിൽ എൻ്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ? ഭൂമിയിൽ എൻ്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? ഹേ, വെയിറ്റ് എ മിനിറ്റ്. സ്തോത്രം. അപ്പോ ദൈവം യോബിനെ കാണിച്ചിട്ട് യോബിനെ ആക്രമിപ്പാൻ, യോബിന്റെ നന്മകളെ ചൂഷണം ചെയ്യുവാൻ, യോബിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം യോബിനെ സാത്താന്റെ മുൻപിൽ ഇട്ടുകൊടുക്കുകയാണോ? ഒരിക്കലുമല്ല. ദൈവം നിങ്ങളെ പൊളിക്കാൻ ഇട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. Oh, come on. ദൈവം നിങ്ങളെ തകർക്കാൻ ഇട്ടുകൊടുക്കത്തില്ല. കാരണം അവൻ നിങ്ങളുടെ അപ്പനാണ്. ദൈവം നിങ്ങളെ പൊളിക്കുന്നവനല്ല, ദൈവം നിങ്ങളെ പണിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ നശിപ്പിക്കുന്നവനല്ല, ദൈവം നിങ്ങളെ നന്നാക്കുന്നവനാണ്. ദൈവം നിങ്ങളെ തോൽപ്പിക്കുന്നവനല്ല, ദൈവം നിങ്ങളെ ജയിപ്പിക്കുന്നവനാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, സ്തോത്രം, ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് കരുണ തോന്നുന്നു. ദൈവത്തിൽ നിന്ന് തിന്മകൾ വരുന്നില്ല. കേക്ക്. ദൈവത്തിൽ നിന്ന് തിന്മകൾ വരുന്നില്ല, ദൈവത്തിൽ നിന്ന് നന്മയാണ് വരുന്നത്. യാക്കോബിന്റെ ലേഖനം, ആ വാക്യം വീണ്ടും ഞാൻ പറയും, 1:17 പറയുന്നു, എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും, ഒരിക്കൽ കൂടെ, എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും പള്ളിവാസിൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നല്ല വരുന്നത്. സ്തോത്രം. സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ നക്ഷത്രങ്ങളിൽ നിന്നോ അല്ല വരുന്നത്. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും അങ്ങ് ദൂരെ വെളിച്ചങ്ങളെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തിൽ നിന്ന് വരുന്നത് നന്മയാണ്. അങ്ങനെ ദോഷികളായ മക്കൾ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, നിങ്ങൾ മിണ്ടുന്നില്ല, ഒരിക്കൽ കൂടെ പറയാം, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലവും എത്രയധികമായും നന്മ നൽകും. Hallelujah. ഇല്ല, നിനക്ക് ഈ രോഗം ദൈവമാണ് തന്നത്, ഈ പോരാട്ടം ദൈവമാണ് തന്നത്. ദൈവം നിന്നെ പൊളിച്ചിട്ടിരിക്കുന്നു, ദൈവം നിന്നെ തകർത്തിട്ടിരിക്കുന്നു, ദൈവം ഇങ്ങനെ നിന്നെ പേക്കോലമാക്കിയിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അത് ലൂസിഫറിന്റെ നാവാണ്, അത് പിശാചിന്റെ ശബ്ദമാണ്. എന്റെ ദൈവം പൊളിക്കുന്നവനല്ല, എന്റെ ദൈവം പരസ്യകോലമാക്കുന്നവനല്ല, എന്റെ ദൈവം തകർക്കുന്നവനല്ല. ആർക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം പണിയുന്നവനാണ്. അനുഭവിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. So what's the actual picture over there? അവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് സ്തോത്രം തന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് ഊടാടി വന്നതായ സാത്താനോട് ദൈവം ചോദിക്കുന്നു, എൻ്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അർത്ഥം, സാത്താൻ അതുവഴി പോകുമ്പോൾ, ഊസ് ദേശത്ത് പോകുമ്പോൾ, he was really studying over the life of Job. യോബിനെ കുറിച്ച് സാത്താൻ ഇങ്ങനെ നോക്കിയാണ്. അവന്റെ നന്മ കണ്ടിട്ട് സാത്താനെ സഹിക്കുന്നില്ല, അവന്റെ അനുഗ്രഹം കണ്ടിട്ട് സാത്താനെ സഹിക്കുന്നില്ല. അവനെ പൊളിക്കുവാൻ സാത്താന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അവനെ പൊളിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്നറിയോ? 3 വേലിയുണ്ടായിരുന്നു. ഇന്ന് പകലും ഞാൻ പറയട്ടെ, നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ദുഷ്ടനും ദുരാത്മാക്കൾക്കും തകർക്കാൻ കഴിയാത്ത വലിയൊരു വേലിക്കെട്ടിൽ ഈ പട്ടണത്തിൽ ദൈവം തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താന്യ മണ്ഡലങ്ങൾക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ കഴിയാത്തതായ ശത്രുവിന്റെ യാതൊരു മണ്ഡലങ്ങൾക്ക് ഏത് മന്ത്രവാദി പറഞ്ഞയച്ചാലും, ഏത് ദുഷ്കർമ്മി പറഞ്ഞയച്ചാലും, അവർക്കാർക്കും നിന്നെ അടുക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ ഒരു സ്വർഗീയ വേലിക്കെട്ടിനകത്ത് ദൈവം നിന്നെ വ്യക്തിയായി, കുടുംബമായി ദൈവം തന്നെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. നിന്റെ വീടിന് ചുറ്റും, നിന്റെ വാഹനത്തിന് ചുറ്റും വേലിയുണ്ട്. നിന്റെ കഴിവ് കൊണ്ടല്ല നീ പൊളിയാതിരിക്കുന്നത്, പകരം ദൈവം നിന്നെ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്.
ഹല്ലേലൂയ. ദൈവം നിന്നെ വിട്ടുകൊടുത്തില്ല. നിന്നെ പൊളിക്കുവാൻ ശത്രു ഒത്തിരി ശ്രമിച്ചതാണ്. എന്നാൽ സ്തോത്രം, ദൈവം വിട്ടുകൊടുത്തില്ല. ആക്സിഡന്റിൽ പൊളിയേണ്ടവർ എൻ്റെ മുൻപിലുണ്ട്. മാരക രോഗങ്ങളിൽ പൊളിയേണ്ടവർ എൻ്റെ മുൻപിലുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകരേണ്ടവർ എൻ്റെ മുൻപിലുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവം പറഞ്ഞു നോ വേ. ഈ വേലി Come on, come on, come on, come on, come on. Hallelujah. Yes, yes, yes. ഇയ്യോബിന് ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും, അവന്റെ സമ്പത്തിന് ചുറ്റും വേലിയുണ്ടായിരുന്നു. അന്ന് വേലി ഉണ്ടെങ്കിൽ ഇന്നും വേലിയുണ്ട്. മതിലില്ലാതെ നീ തുറന്നു കിടന്നാലും നിനക്ക് ചുറ്റും ഞാൻ തീ മതിലായിരിക്കും. സഖറിയ 2:5. മതിലില്ലാതെ നീ തുറന്നു കിടന്നാൽ നിനക്ക് ചുറ്റും ദൈവം തീ മതിലായിരിക്കും. അഗ്നി അശ്വമായി, അഗ്നി രഥങ്ങളായി അന്ന് പ്രവാചകന്മാരെ ദൈവം അന്ന് സംരക്ഷിച്ചു എങ്കിൽ നിങ്ങളെ തുടർന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തുടർന്നു എന്ന ക്രമത്തിൽ ദൈവം നിന്നെ സംരക്ഷിക്കുന്നു. എന്നാൽ ഊടാടി നടന്നതായ സാത്താൻ ഇയ്യോബിന്റെ നന്മ കണ്ട്, അനുഗ്രഹം കണ്ട്, ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സ്തോത്രം, സാത്താൻ ഇയ്യോബിനെ നോക്കി. സാത്താൻ ഇയ്യോബിനെ നോക്കുന്നത് ദൈവം നോക്കി കണ്ടു. നിന്നെ ഒരു കൈ നോക്കട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നോക്കേണ്ടവൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിൽ തിന്മയ്ക്കായി ആരേലും നിന്നെ നോക്കുന്നെങ്കിൽ എൽ റോയി, നിന്നെ നോക്കുന്നവ വേറൊരു കണ്ണ് സ്വർഗത്തിലുണ്ട്. അവനൊരിക്കലും ഗുഡ് നൈറ്റ് പറയത്തില്ല. അവൻ്റെ കണ്ണ് ചിമ്മത്തില്ല. അവൻ്റെ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല. അവൻ ഉറങ്ങുന്നതുമില്ല. ശത്രു ഇയ്യോബിനെ നോക്കുന്നത് ദൈവം കണ്ടു. ഒരിക്കൽ കൂടെ, ശത്രു ഇയ്യോബിനെ നോക്കുന്ന, സാത്താൻ ഇയ്യോബിനെ നോക്കുന്നത് ദൈവം കണ്ടു. ദൈവം കണ്ടത് കൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിനെ മേൽ നീ ദൃഷ്ടി വച്ച്. ഉടനെ അക്യൂസറായ, സ്തോത്രം, കുറ്റം പറയുന്നവനായ സാത്താൻ, അവൻ എപ്പോൾ വാ തുറന്നാലും കുറ്റം പറയും. സ്തോത്രം, കുറ്റം പറയുന്നവനായ സാത്താൻ 2 കാര്യമാണ് കുറ്റമായി പറയുന്നത്. 1, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2, നീ അവനെ സംരക്ഷിച്ചിരിക്കുന്നു. 1, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2, നീ അവനെ സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വേലി പൊളിച്ച് ഒന്ന് തന്നാൽ, നിന്റെ സംരക്ഷണം മാറിയാൽ അവൻ്റെ അനുഗ്രഹത്തെ ഞാൻ എടുക്കും. അവൻ്റെ അനുഗ്രഹത്തെ എടുത്താൽ അവൻ്റെ ആരാധന പോകും, അവൻ്റെ ഭക്തി പോകും. ഇന്ന് ആരോ പറയുന്നു, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സൗഖ്യം കിട്ടിയില്ലെങ്കിൽ നീ എന്തോ ചെയ്യാൻ പോവാ? വിടുതൽ കിട്ടിയില്ലേ നീ എന്തോ ചെയ്യാൻ പോവാ? എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപിലിരിക്കുന്ന ഒത്തിരി പേർ മൗനമായെങ്കിലും ചിലർ പറയും, സൗഖ്യം കിട്ടിയില്ലേലും ഞാൻ ആരാധിക്കും. വിടുതൽ കിട്ടിയില്ലെങ്കിലും ഞാൻ ആരാധിക്കും. എൻ്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത് എൻ്റെ അനുഗ്രഹമല്ല. എൻ്റെ ഭക്തിയെ നിയന്ത്രിക്കുന്നത് ദൈവം എനിക്ക് നൽകുന്നതായ നന്മയല്ല. ഞാൻ ദാനത്തെയല്ല ആശ്രയിക്കുന്നത്, ദാതാവായ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ പ്രാധാന്യം നൽകുന്നത് സൗഖ്യത്തെയല്ല, സൗഖ്യദായകനായ എൻ്റെ ദൈവത്തെയാണ്. യെസ്, എൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ നിന്ന് വരുന്ന ഏതോ നന്മയല്ല, ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അറ്റാക്ക്, ഇയ്യോബിന്റെ മേൽ കടന്നു വന്നതായ 1-ാമത്തെ ആക്രമണത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഒന്നാമതായി പെട്ടെന്ന് ശബായർ വന്നു. 14-ാം വാക്യം മുതൽ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു, കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വാൾത്തലയ്ക്കാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അടുത്തത്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന്, ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായി പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി വന്നിരിക്കുന്നു. 17-ാം വാക്യം, 3-ാമത്തെ കാര്യം, അവർ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്ന് പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകുകയും
വേലക്കാരെ വാളിന്റെ വാൾത്തലയ്ക്കാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. കഴുതകൾ പോയി, പെൺകഴുതകൾ പോയി, ആടുമാടുകൾ പോയി. നോക്ക്, അവസാനമായി സ്തോത്രം, ലാസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലീസ്റ്റ്, ഏറ്റവും ചെറുതല്ല ഏറ്റവും വലുത് നാലാമത്തെ കാര്യമാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 19-ാം വാക്യം, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു. അർത്ഥം നാച്ചുറൽ കലാമിറ്റികളുടെ പിൻപിൽ വ്യാപരിക്കുന്നതായ സ്തോത്രം ദുരാത്മശക്തികളുണ്ട്. ശാന്തമായി കിടക്കുന്നതായ അതേ മരുഭൂമിയിൽ നിന്ന് എങ്ങനെയെന്നറിയത്തില്ല ഒരു കൊടുങ്കാറ്റ് കടന്നു വരികയാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന സാത്താന വ്യാപാരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ ഈ കഠിനമായ ചൂട് അവസാനിക്കണം. ഒരു മഴയെ ഞങ്ങൾക്ക് തരണമേ, അന്തരീക്ഷം തണുക്കുവാൻ മഴ അയക്കണമേ. എത്ര പേർ ആമേൻ പറയും? കാരണം പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുള്ളവൻ സകലത്തിന് അനുകൂലമാക്കട്ടെ. നോക്കിക്കേ, മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ച് അത് യൗവനക്കാരുടെ മേൽ, മീനിങ് ഇയ്യോബിന്റെ മക്കളുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. കേൾക്കണമേ, 4 അറ്റാക്കാണ്, ഒന്നിന് പിറകെ ബാങ് 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 ബാങ്, ഒന്നിന് പിറകെ ഒന്നായി 4 പ്രശ്നങ്ങളാണ് ഇയ്യോബിന് നേരെ കടന്നു വരുന്നത്. ദൈവത്തിന്റെ വേലി മാറിയപ്പോൾ പെൺകഴുതകൾ പോകുന്നു, ആടുമാടുകൾ പോകുന്നു, അവസാനമായി സ്തോത്രം മക്കൾ മരിക്കുന്നു. ഒറ്റ ദിവസം തന്നെ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരികയാണ്. പക്ഷേ തിരുവചനത്തിൽ നിന്ന് ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വേറെ ഒരുവന്റെയും വേലിയെ ദൈവം പൊളിച്ചു കൊടുത്തില്ല. വേറെ ഒരുവന്റെയും വേലി. അതോടൊപ്പം ദൈവത്തെ വിശ്വസിക്കുന്നവർ ആ നാട്ടിലുണ്ടായിരിക്കാം, ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടായിരിക്കാം. വേറെ ഒരുത്തന്റെ വേലി പൊളിഞ്ഞില്ല, ഇവന്റെ വേലി മാത്രം പൊളിഞ്ഞു. വേറെ ഒരുത്തനും ഈ കലാമിറ്റി ഉണ്ടായില്ല, യവന് മാത്രം കലാമിറ്റി ഉണ്ടായി. വേറെ ആർക്കും ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായില്ല, യവന് മാത്രം ഉണ്ടായി. എന്താ കാര്യം എന്നറിയോ? അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടല്ല, ദൈവം അവനെ വിശ്വസിച്ചതുകൊണ്ട്. മനസ്സിലായോ? ആ ദൈവത്തിന് അവനിൽ വിശ്വാസമായിരുന്നു. കാരണം ദൈവത്തിന് അവന്റെ സ്ട്രെങ്ത് അറിയാം, അവന്റെ ആത്മീയ ബലം ദൈവത്തിന് അറിയാം. അവൻ എന്തോ തലവേദന വന്നാലും, അവൻ എന്തോ പ്രശ്നം വന്നാലും, എത്ര വലിയ തീച്ചുള വന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, അവൻ തന്റെ ദൈവഭക്തിയെ നിലത്ത് വെക്കത്തില്ല. അവൻ ഒരിക്കലും സ്തോത്രം തകർന്നു പോകത്തില്ല, അവന്റെ ആത്മീയം തകർന്നു പോകത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരാളുടെ നോക്കി ചോദിക്കേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ചോദിക്കേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ചോദിക്കേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച ആരാണ്ട കട്ട വെച്ചു, കല്ല് വെച്ചു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന നിന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. അതെ, ചെറിയൊരു പ്രശ്നം മതി നീ തൊട്ടാവടിയായി താഴെ പോകാൻ. ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ആരാണ്ടെന്ന് തുറച്ചു നോക്കിയാൽ മതി, നിന്റെ പ്രാർത്ഥന പോയി ടീം. ആരാണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടാൽ മതി, നിന്റെ പരിപാടി തീർന്നു. ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ചിലരെങ്കിലും സടകുടഞ്ഞെഴുന്നേറ്റ് പറയട്ടെ, എന്തോ കോക്കാമ്പിച്ചു വന്നാലും ഈ എന്റെ യേശു നല്ലവനെന്ന് വീണ്ടും ഞാൻ പറയും. എന്തൊക്കെ പോയാലും, ആരൊക്കെ പോയാലും, എന്തൊക്കെ നഷ്ടം വന്നാലും, എത്ര അപമാനം വന്നാലും, എത്ര കഷ്ടത വന്നാലും, എത്ര അപവാദം വന്നാലും, ലോകം മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ചാലും തല ഉയർത്തി ഞാൻ വിളിച്ചു പറയും, എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു, വീണ്ടും വരുന്നു. ഹല്ലേലൂയ. സോ ദൈവത്തിന് അവന് ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നിനക്ക് ഒത്തിരി ദൈവദാസന്മാരെ അറിയായിരിക്കാം, ഒത്തിരി പള്ളികളിൽ നീ കയറിയിറങ്ങിയിട്ടുണ്ടായിരിക്കാം, ഒത്തിരി പേർ നിന്റെ പേർ കൈവച്ച് നീ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് നീ അനുഭവിച്ചു കാണും, ഒത്തിരി നീ കുഴയുന്നുണ്ടായിരിക്കാം. പക്ഷേ യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നിന്റെ ആത്മീയ ബലം എന്ന് പറയുന്നത് തൊണ്ടകിരി ശബ്ദമിടുന്നതല്ല, ബഹളമുണ്ടാക്കുന്നതല്ല, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ തെളിയിക്ക്, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും.
അഭിനയങ്ങൾ മാറട്ടെ, ആത്മീയ അനുഭവങ്ങൾ വെളിപ്പെടട്ടെ. അഭിനയങ്ങൾ, സൺഡേ അഭിനയങ്ങൾ മാറട്ടെ, ആത്മീയ കാപട്യങ്ങൾ മാറട്ടെ. ഇന്ന് 80% ദൈവസഭ മെഴുകായിരിക്കുമ്പോൾ അതേ പൊന്നുപോലെ ഞാൻ ഈ ശോധനയുടെ നടുവിൽ പുറത്തു വരുമെന്ന് പറയാൻ, ഈ വേദനകളുടെ നടുവിൽ, ഈ ശോധനകളുടെ നടുവിൽ ഞാൻ പൊന്നുപോലെ ഷൈൻ ചെയ്ത് പുറത്തു വരുമെന്ന് പറയാൻ ചില ഒറിജിനൽ വിശ്വാസികൾ വെളിപ്പെടട്ടെ. എല്ലാവരും ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അനുകൂലമാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വെളിപ്പെടുന്നതല്ല സ്തോത്രം ആത്മീയമെന്ന് പറയുന്നത്. പെരുവെള്ളം നിനക്കെതിരെ പൊങ്ങുമ്പോൾ, തീച്ചൂള നിനക്കെതിരെ എരിയുമ്പോൾ, ഫയറി ഫർണസ് ആൻഡ് ഹൈ വാട്ടർ, സ്തോത്രം തീച്ചൂള നിനക്കെതിരെ കടന്നു വന്നാൽ, പെരുവെള്ളം കടന്നു വന്നാൽ, സ്തോത്രം നിന്റെ ജീവിതം എന്തു ചെയ്യും? ചിലരൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ എന്നെ നോക്കിയിരിക്കും. അവൻ എന്തോ പറ്റിയ ഈ ആഴ്ച, 2 ആഴ്ച കണ്ടില്ല, ഇവൻ എന്തോ പറ്റി, ഏത് പേപ്പട്ടിയാണ് അവനെ കടിച്ചത് എന്ന് ചിലരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ഞാൻ പറയുന്നത് നിനക്കറിയത്തില്ല. സ്തോത്രം, നിന്റെ വേലിയ ദൈവം പൊളിച്ചു കൊടുത്തില്ല. നിന്റെ വേലി പൊളിച്ചെങ്കിൽ നീ പള്ളി വരത്തില്ലായിരുന്ന, നീ വിശ്വാസത്തിലേ കാണത്തില്ലായിരുന്ന, നീ ദൈവവേദന, നീ പണ്ടേ പിന്മാറിപ്പോയേന്. എന്നാൽ ഇതിനകത്തിരിക്കുന്ന ചിലതറിയാം, ജീവൻ ഒഴികെ എല്ലാം പോയവർ. ഹല്ലേലൂയ. കഷ്ടത്തിനും നടുവിൽ, നഷ്ടത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഇന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, അവൻ്റെ വേലി പൊളിഞ്ഞു, അവൻ്റെ സമ്പത്ത് പോയി, അവൻ്റെ 10 മക്കളെ ഒരു ദിവസം അവൻ അടക്കി. ചിന്തിച്ചാടെ. സ്തോത്രം. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ അടക്കിയ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം. മതി, ഒരു കുഞ്ഞിനെ അടക്കിയതിൻ്റെ ദുഃഖം നിനക്ക് ഇന്നും തീർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ 10 മക്കളെ ഒരു ദിവസം അടക്കിയപ്പോൾ അവൻ്റെ വേദന എത്ര വലുതാണ്. പക്ഷേ അതിൻ്റെ നടുവിലും അവൻ ആദരം കൊണ്ട് പാപം ചെയ്തില്ല. അവൻ്റെ തിയോളജി തെറ്റായിരുന്നു, അവൻ്റെ ദൈവശാസ്ത്രം തെറ്റായിരുന്നു, അവൻ ദൈവവചനത്തിൻ്റെ അറിവ് തെറ്റായിരുന്നു. സ്തോത്രം. പക്ഷേ അവൻ അധരം കൊണ്ട് പാപം ചെയ്തില്ല. ബ്രദർ, അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ തിയോളജി തെറ്റാണ്, അല്ലെങ്കിൽ ദൈവശാസ്ത്രം തെറ്റാണ്. സ്തോത്രം. ദൈവശാസ്ത്രം തെറ്റെന്ന് പറഞ്ഞാൽ അവൻ ഇതാണ് പറഞ്ഞാട്ടെ എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. യഹോവ തന്നു, യഹോവ എടുത്തു. റിയലി യഹോവയാണോ എടുത്തത്? യഹോവയാണോ എടുത്തത്? പറ ടോക്ക് ടു മീ. എന്താ, നമ്മൾ തമ്മിൽ അതിന് തർക്കമൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ സ്നേഹിതരല്ലേ? പറ, യഹോവയാണോ എടുത്തത്? ആരാ എടുത്തേ? പറ. സാത്താനാ എടുത്തേ? വേലി പൊളിച്ചു കൊടുത്തത് ദൈവം, അനുവാദം കൊടുത്തത് ദൈവമാണെങ്കിലും, കാരണം ദൈവത്തിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, അവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അവൻ ഇന്നായിരിക്കുന്നതിൻ്റെ ഇരട്ടി ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകണം. ദൈവമാണ് വേലി പൊളിച്ചു കൊടുത്തത്. എന്നാൽ സ്തോത്രം, ആ നന്മയെ തട്ടിയെടുത്തത് സാത്താനാണ്. ഞാൻ വളരെ ശക്തമായി പറയട്ടെ, എവിടെയെങ്കിലും നിനക്ക് തട്ടുപാടി ഉണ്ടായെങ്കിൽ, എവിടെയെങ്കിലും നഷ്ടമുണ്ടായെങ്കിൽ, എവിടെയെങ്കിലും നിനക്ക് നഷ്ടമുണ്ടായി, അയ്യോ ദൈവം തന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ ചുരുണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഡിഫെൻസീവായിട്ടല്ല നീ ഇരിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും നഷ്ടം ഉണ്ടായെങ്കിൽ, ഏതെങ്കിലും നന്മകളുണ്ടായിരുന്നു അത് ശൂന്യമായി പോയെങ്കിൽ, കമാൻ, സത്യം അരക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തെ ഒരുക്കം കാണിച്ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിചയം ഏറ്റെടുത്ത് രക്ഷയെന്ന ശിരസ്ത്രമന്യ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളിനെ കൈക്കൊണ്ട് ഏത് ശത്രുവാണോ നിന്റെ നന്മയെ അപഹരിച്ചത് അവനെ പിന്തുടരുക. ഹല്ലേലൂയ. ഏത് ശത്രുവാണോ നിന്റെ നന്മയെ അപഹരിച്ചത് അതിനെ പിന്തുടരുക. ഇങ്ങനെ പറയാൻ കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം, സിക്ലാഗിലേക്ക് ദാവീദ് എത്തുമ്പോൾ സ്തോത്രം, അവന്റെ നന്മകളെ അമാലേക്യർ അപഹരിച്ചു. അവൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ സ്തോത്രം, ഈ യുദ്ധമൊന്നും എന്റേതല്ല, യുദ്ധമെല്ലാം നിന്റേതാണ്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? കർത്താവ് പറഞ്ഞു, സ്തോത്രം, പിന്തുടരുക, നീ ഒന്നുപോലും നഷ്ടപ്പെടാതെ സകലതിനെ എത്തിപ്പിടിക്കുക. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും നഷ്ടം കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്തുടരുക, 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 പിന്തുടരുക. യേശുവിന്റെ നാമത്തിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ നീ അതിനെ തിരികെ പിടിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ അയ്യോ കാക്കേ
പറ്റിച്ചോ. എത്ര പേർ ആ പാട്ട് പാടിയിട്ടുണ്ട്? കമാണ്. അല്ലെങ്കിൽ എത്ര പേർ ആ പാട്ട് കേട്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. അയ്യോ കാക്കെ പറ്റിച്ചോ, അയ്യോ കർത്താവെ പറ്റിച്ചോ. നോ, കർത്താവ് പറ്റിക്കത്തില്ല. സ്തോത്രം. സാത്താനാണ് പറ്റിക്കുന്നത്. സാത്താനാണ് നന്മകളെ ചൂഷണം ചെയ്യുന്നത്. യോഹന്നാൻ 10:10 യേശു കർത്താവ് തന്നെ പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആ തന്ത്രം ഒന്ന് പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളനെ പിടിച്ചേ, അവന്റെ തന്ത്രത്തെ പിടിച്ചേ യേശുവിന്റെ നാമത്തിൽ പിന്തുടരുക, പിന്തുടരുക, പിന്തുടരുക. നഷ്ടപ്പെട്ടത് നീ വീണ്ടുകൊള്ളും. ആ രണ്ട് കരങ്ങളൊന്ന് കാണട്ടെ, രണ്ട് കൈകളൊന്ന് കാണട്ടെ, രണ്ട് കൈകൾ കാണട്ടെ. ഈ കൈകളൊന്നും നഷ്ടത്തിന്റെ കൈകളല്ല. നഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തിരികെ പിടിക്കുന്ന കൈകളാണിത്. ഇത് നഷ്ടത്തിന്റെ കൈകളല്ല. വ്യക്തിയായി, കുടുംബമായി, ധനമായി, അതിലുപരി ആത്മീയമായി നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാൽ നീ തിരികെ പിടിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. So first stage of attack, 1-ാം അധ്യായം 15 മുതൽ 22. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ലെവൽ ഓഫ് അറ്റാക്ക് അവന് നേരെ വരികയാണ്. രണ്ടാമത്തെ ആക്രമണം. സ്തോത്രം. സ്വർഗത്തിന്റെ കോർട്ട് റൂമിൽ വീണ്ടും സാത്താൻ കടന്നുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നു, നീ അവന്റെ സമ്പത്തിനും അവന്റെ ഭവനത്തിന് ചുറ്റുമുള്ള വേലിയെ പൊളിച്ചു, ഞാൻ നന്നായിട്ട് അത് മേഞ്ഞു. ഇപ്പോൾ അവന് ചുറ്റുമുള്ളതായ വേലിയെ നീ പൊളിക്കണം. അവന് ചുറ്റുമുള്ളതായ വേലിയെ നീ പൊളിക്കണം. അവന്റെ ആരോഗ്യത്തിൽ ബാധിക്കുവാൻ സാത്താൻ അനുവാദം ചോദിക്കും. 2-ാം അധ്യായം 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ ആരോഗ്യത്തിന് ചുറ്റും സ്തോത്രം ദൈവം കൽപ്പിച്ചതായ വേലിയെ ദൈവം പൊളിക്കുന്നു. ഇത് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് മനസ്സിലാക്കുന്നത്, നിന്റെ ആരോഗ്യത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലി ദൈവം ഉറപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ കത്രിമേശ എടുക്കുന്നതായ ഈ ദിവസം ജനം സൗഖ്യത്തോടെ മടങ്ങട്ടെ, ആരോഗ്യത്തോടെ മടങ്ങട്ടെ. ഹല്ലേലൂയ. എല്ലാ ആർത്രൈറ്റിസിനും വിട്ടുപോകാം. ഫസ്റ്റ് സർവീസിനെ ഞാൻ പറഞ്ഞതാണ്. എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുന്നു. യെസ്, അവൻ സൗഖ്യത്തിന്റെ ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നരുൾ ചെയ്ത ദൈവം അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്. 2-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു. അടുത്ത വാക്യം, അവൻ ഒരു ഓടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിടുന്നു. 9-ാം വാക്യം, അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. അവന്റെ തിയോളജിയുടെ തെറ്റ് നോക്ക്, അവന്റെ വേദശാസ്ത്രത്തിന്റെ തെറ്റ് നോക്ക്. തിന്മയും കൈക്കൊള്ളരുത് അല്ലോ, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തതേ ഇല്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. സ്തോത്രം. അത് വേദപുസ്തകം പറയുന്നു. 2-ാമത്തെ ലെവൽ അറ്റാക്കിൽ അവന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവന്റെ കുടുംബം നഷ്ടപ്പെടുന്നു. സ്തോത്രം. സ്വന്തം പ്രാണൻ ഒഴികെ സകലതും ഇയ്യോബിന് നഷ്ടപ്പെട്ടു. അവന്റെ ആരോഗ്യം, അവന്റെ ശരീരം ഇതാ നാറുകയാണ്. ഓട്ട് കഷ്ണമെടുത്ത് അവൻ ചരണ്ടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ഭാര്യ, നിന്റെ ശ്വാസം എനിക്ക് അസഹ്യമാണ്. അർത്ഥം നീ നാറുകയാണ്. നിന്റെ ശ്വാസത്തിൽ പോലും ഭയങ്കര നാറ്റമെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ പോലും മാറിയിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ നോക്ക, ജീവൻ ഒഴികെ ബാക്കി മുഴുവനും അവന് നഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും സ്തോത്രം തിരുവചനം പറയുന്നു, അതെ, ആധരം കൊണ്ട് അവൻ പാപം ചെയ്തില്ല. ആദരം കൊണ്ട് പാപം ചെയ്തില്ല. സ്തോത്രം. തുടർന്ന് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. അവൻ നിരാശയുടെ വാക്ക് പറഞ്ഞു. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ താൻ ജനിച്ച സ്തോത്രം ദിവസത്തെ അവൻ ശപിച്ചു. 2 സ്ഥലത്ത്, ഏറ്റവും കുറഞ്ഞ 2 സ്ഥലത്ത് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ദൈവം എന്നെ ശത്രുവിനെ പോലെ കണക്കാക്കുന്നു എന്ന് അവൻ അറിയാതെ പറഞ്ഞു പോകുന്നു. കാരണം തൻ്റെ മക്കൾ മരിച്ചു, തൻ്റെ സമ്പത്ത് മുഴുവൻ പോയി, സമൂഹത്തിലെ സ്ഥാനം പോയി, തൻ്റെ ഭാര്യ പോയി, തൻ്റെ സ്തോത്രം ശരീരം പോലും തകർന്നുകൊണ്ടിരിക്കുന്നു. ജീവൻ ഒഴികെ സകലത നഷ്ടപ്പെട്ടപ്പോ സ്തോത്രം നിരാശ കയറി വന്നു. ഫ്രസ്ട്രേഷനും ഡിപ്രഷനും കയറി വന്നിട്ട് അവൻ നിരാശയുടെ വാക്ക് പറഞ്ഞു പോയി. പക്ഷെ പിന്നത്തേതിൽ അവൻ അനുഭവിച്ച് പറയുന്നു, അയ്യോ, അറിയാതെ ഞാൻ പറഞ്ഞു പോയി, അറിയാതെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദ്യം ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടും അവൻ എന്തോ നഷ്ടപ്പെട്ടില്ല, അവന്റെ സ്വഭാവത്തെ അവൻ കളഞ്ഞില്ല.
ഹല്ലേലൂയ. നിങ്ങളുടെ അവന്റെ വേദശാസ്ത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് വികലമായിരുന്നു. കാരണം ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം നന്മ തരുന്നു, ദൈവം തിന്മയും തരുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിന്റെ ദൈവം തിന്മയ്ക്കായി നിന്നെ വിളിച്ചിട്ടില്ല. നിന്റെ ദൈവം തിന്മയുടെ ദൈവം അല്ല. നിന്റെ ദൈവം നന്മയുടെ ദൈവമാണ്. 2023 മാർച്ച് മാസം 3-ാം തീയതി ഇന്നായിരിക്കുന്നതിനേക്കാൾ അടുത്ത മാസം നീ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. അതിന്റെ അടുത്ത മാസം നീ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. ഈ വർഷത്തെക്കാൾ അടുത്ത വർഷം നീ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. അതാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ. ദൈവം നിന്നെ നന്നാകാൻ വിളിച്ചിരിക്കുന്നു. ഏതെങ്കിലും കള്ളപ്രവാചകന്മാർ നീ തൊലയുന്നു, നിന്റെ ശവപ്പെട്ടി കാണുന്നു, നീ മുറിയുന്നു, നിന്റെ കൃപാവരം നോ യേശുവിൻ നാമത്തിലല്ല. ദൈവം നിന്നെ നന്നാകാൻ വിളിച്ചിരിക്കുന്നു. നീ തഴയ്ക്കുവാൻ പോകുന്നു, നീ വിശാലമാകാൻ പോകുന്നു, നീ പണിയപ്പെടുവാൻ പോകുന്നു, നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. ആരോഗ്യമുള്ള ദീർഘായുസ് നിനക്കുണ്ടാകുവാൻ വേണ്ടി പോകുന്നു. അടഞ്ഞ നന്മകളെ ദൈവം നിനക്കായി തുറക്കുവാൻ പോകുന്നു. നീ തൊലയാൻ വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, പകരം നീ വളരുവാൻ, നീ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അവൻ തിന്മയുടെ ദൈവമല്ല, അവൻ നന്മയുടെ ദൈവം. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ. സ്തോത്രം. നല്ല മനുഷ്യനായിരുന്നു യോബ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ട് ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ആ 4 കാര്യം പറഞ്ഞാട്ടെ. എന്താണ്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. കമാൺ, വോളിയം കൂട്ടി, ആരോഗ്യം കൂട്ടി, കുറച്ചുകൂടെ നല്ല വിറ്റാമിനിൽ പറഞ്ഞാട്ടെ. സ്തോത്രം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. നല്ല മനുഷ്യനാണ്, പക്ഷെ ഇപ്പോൾ ഇതാ തിന്മ വന്നിരിക്കുന്നു. നല്ല മനുഷ്യനാണ്, പക്ഷെ അവന് തിന്മ വന്നിരിക്കുന്നു. എന്നാൽ സ്തോത്രം. അതേ തുടർന്ന് ഞാൻ വിചാരിച്ചത്, ഈ നല്ല മനുഷ്യന് തിന്മ വന്നപ്പോ ദൈവം ഇറങ്ങി വന്ന് ദൈവം പെട്ടെന്ന് അവന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ദൈവം വരുമെന്ന് കാത്തിരുന്നു. വന്നത് ദൈവമല്ല, വന്നത് 3 സ്നേഹിതന്മാരാണ് വന്നത്. 3 സ്നേഹിതന്മാരാണ് വന്നത്. കഷ്ടസമയത്ത് സ്നേഹിതന്മാർ വന്നു. നല്ല കാര്യം. എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. യോബിൻ്റെ കഷ്ടകാലത്ത് ഇന്നത്തെ മോറിയ മലയുടെ താഴെയുള്ളതായ കിദ്രോൻ താഴ്വരയുടെ ആ കോണിൽ നിന്ന് ചില കൃതികൾ പറയുന്നു. സ്തോത്രം. അവിടെ അതെ താൻ ഇരിക്കുന്ന സമയത്ത്, കഷ്ടസമയത്ത് 3 സ്നേഹിതന്മാർ കടന്നു വന്നു. അവരാദ്യം വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. 7 ദിവസം നിങ്ങളെപ്പോലെ തന്നെ മൗനമായിരുന്നു. 7 ദിവസം അവർ മൗനമായിരുന്നു. സ്തോത്രം. ഒന്നും മിണ്ടിയില്ല. നന്നായിരുന്നു. ചിലർ വാ തുറക്കാതിരിക്കുന്ന ഭയങ്കര അനുഗ്രഹം. 7 ദിവസം അവർ മൗനമായിരുന്നു. സ്തോത്രം. 7 ദിവസം മൗനം. അപ്പം വാ തുറക്കാതിരിക്കുന്നത് വരെയും നല്ല സ്നേഹിതന്മാരായിരുന്നു. ഒരിക്കൽ കൂടെ ആരും മിണ്ടത്തില്ല. വാ തുറക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ നല്ല ആൾക്കാർ തന്നെയായിരുന്നു. 7 ദിവസം ഇതുപോലെ ശാന്തമായി മൗനമായി സംഭവം കടന്നുപോയി. 7 ദിവസം കടന്നിട്ട് സ്തോത്രം ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്തത് ഇയ്യോബ് തന്നെ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇയ്യോബ് ആദ്യം സംസാരിച്ചു, പിന്നെ വന്ന 3 പേരും ചേർന്ന് സംസാരിച്ചു. സ്തോത്രം. അപ്പോൾ ഈ നല്ല സ്നേഹിതന്മാരെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നല്ല സ്നേഹിതന്മാരാണ്, അവർ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാവായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സംസാരിച്ചു തുടങ്ങിയ ദൈവത്തിൻ്റെ നാവുമല്ല, മനുഷ്യൻ്റെ നാവുമല്ല, പിശാചിൻ്റെ നാവായിരുന്നു അവരുടെ നാവ്. എന്താ മിണ്ടാതിരിക്കുന്നത് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ? ഹല്ലേലൂയ. അവർ സംസാരിച്ചപ്പോൾ അപ്പോൾ ഇവിടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. ചേട്ടാ പൈസ തരണ്ട, പറ. എനിക്ക് പൈസ തരണ്ട, ഞാൻ ഫ്രീ ആയിട്ടാണ് വന്നേ. പറ. ഹൃദയം അറിയണമെങ്കിൽ, ഒരാളുടെ ഹൃദയം ഹൃദയം എന്തെന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വാ സംസാരിക്കണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. സോ ഈ വന്നിരിക്കുന്നതായ എലിഫാസിൻ്റെ, ബിൽദാദിൻ്റെ, സ്തോത്രം, സോഫറിൻ്റെ, അതാണ് അവരെ പേര്. പിള്ളേർക്ക് ആ പേരിടല്ലേ, കൊള്ളത്തില്ല, ഞാൻ പ്രതിഷ്ഠിക്കത്തില്ല. അങ്ങനെ ഇതാ ബിൽദാദ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു, എനിക്ക് എലിഫാസിൻ്റെ ദൈവം തന്നിരിക്കുന്നു, എനിക്ക് സോഫർ തന്നിരിക്കുന്നു. നോ, സ്തോത്രം, ഞാൻ ആ കുട്ടിയെ പ്രതിഷ്ഠിക്കത്തില്ല. നല്ല പേരല്ല. സ്തോത്രം. അർത്ഥം നല്ലതാണ്, പക്ഷേ സ്തോത്രം വാ തുറന്ന വെറും പ്രശ്നമാണ്. ചിലതിൻ്റെ വാ അടയട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. അതെ, അവർ വന്ന് ആദ്യം മൗനമായി തന്നെ ഇരുന്നു. പക്ഷെ പിന്നത്തേതിൽ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, സ്വർഗത്തിൽ നേരത്തെ അക്യൂസ് ചെയ്തവൻ്റെ ശബ്ദം, സ്വർഗത്തിൽ നേരത്തെ കുറ്റം പറഞ്ഞ സാത്താൻ്റെ ശബ്ദം ഭൂമിയിൽ എവിടെ നാവായി തീർന്നിരിക്കുകയാണ്.
സ്വർഗത്തിലും യോബിന് നേരെ അക്യൂസേഷനാണ്, ഭൂമിയിൽ സ്തോത്രം മനുഷ്യരിൽ നിന്ന് അക്യൂസേഷനാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ദൂത ധ്യാനിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നാവുകളുണ്ട്, നിങ്ങൾക്ക് നേരെ വളയുന്ന നാവുകളുണ്ട്. ഞാനിതങ്ങനെ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ദൂത് ആ ശബ്ദത്തിനും നിങ്ങൾക്ക് മധ്യത്തിൽ ഒരു തീ മതിലായി ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കെതിരെ സംസാരിച്ച നാവുകൾ, നിങ്ങൾക്കെതിരെ പറഞ്ഞ ശബ്ദങ്ങൾ, അത് ഡോക്ടർ പറഞ്ഞതായ നെഗറ്റീവ് മെഡിക്കൽ റിപ്പോർട്ടുകളായിരിക്കാം, അത് വക്കീൽ പറഞ്ഞതായിരിക്കാം, അത് ബന്ധുക്കൾ പറഞ്ഞതായിരിക്കാം, അത് സ്വന്തക്കാർ പറഞ്ഞതായിരിക്കാം. നീ നന്നാകത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നിനക്കെന്തോ കുഴപ്പമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾ ശരിയാകത്തില്ല, അവരാരും ഗുണം പിടിക്കത്തില്ല, നീ ദൈവകൃപയിൽ നിന്ന് പോയി, നിന്റെ അഭിഷേകം എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. സ്തോത്രം. എന്നാൽ ഈ ദൂത് ദൈവകൃപകൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കട്ടെ, ഒരു കരടി വന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു, പിന്നത്തേതിലൊരു സിംഹവും വന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഇടയനാകുന്ന ദാവീദ് എന്താ, സാരമില്ല, ഒന്ന് പോയല്ലോ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. നോ 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 നോ. ഇടയൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. എടാ എൻ്റെ Come on. ഗിയർ ചേഞ്ച് ചെയ്യുന്ന ശാസിക്കേണ്ടതിന് ശാസിക്ക്, ഗിയർ ചേഞ്ച് ചെയ്ത് ഫലസിക്കേണ്ടതിന് ഫലസിക്ക്. എൻ്റെ ചർച്ചിൽ പിശാചൻ നീ കയറുന്നു, എൻ്റെ വീട്ടിൽ നീ കയറുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നീ കയറുന്നു. ഇന്ന് പകൽക്കാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കരടിക്കും ആ ആടിനും ഇടയിൽ, ആ ആടിനും ആ സിംഹത്തിനും ഇടയിൽ, in the name of Jesus. Suffer ബിൽദാദേ, സ്തോത്രം. എലിഫാസേ, ബിൽദാദേ, സോഫറേ, സ്തോത്രം. തൊട്ടുപോകല്ല്. കാരണം ഇവന് നേരെ വേറൊരു ശബ്ദമാണ് വെളിപ്പെടേണ്ടത്. ശത്രുവിന്റെ ശബ്ദമല്ല ഇവരുടെ മേൽ വെളിപ്പെടേണ്ടത്. കമാൻ ആർക്കും വേണ്ടേ? ശത്രുവിന്റെ ശബ്ദമല്ല. ഈ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ശത്രുവിന്റെ റിപ്പോർട്ടല്ല നിന്റെ മേൽ വെളിപ്പെടേണ്ടത്. Whom shall believe the report of the Lord? ദൈവത്തിന്റെ റിപ്പോർട്ടാണ് നിന്നിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ഭാവിയിൽ, നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ റിപ്പോർട്ടാണ് വെളിപ്പെടേണ്ടത്. Hallelujah. അവര് 3 പേരും വന്ന് സംസാരിച്ചതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: വർക്ക്, പ്രവൃത്തി. യോബേ നിന്റെ പ്രവൃത്തി ശരിയല്ല, യോബേ നിന്റെ പ്രവൃത്തി ശരിയല്ല, യോബേ നിന്റെ പ്രവൃത്തി ശരിയല്ല. ഇതാണ് അതിന്റെ രത്നച്ചുരുക്കം. മനസ്സിലാക്ക്. എന്നാൽ ദൈവം നിന്നെ ഫേവറിനാൽ നിറയ്ക്കുന്നത്, ഒരിക്കൽ കൂടെ, ദൈവം നിന്നെ ഫേവറിനാൽ നിറയ്ക്കുന്നത് ആരും നിന്നെ കുനിഞ്ഞു നോക്കാതെ എല്ലാവരും തല ഉയർത്തി നോക്കത്ത ക്രമത്തിൽ ദൈവം നിന്റെ ഫേവറിനാൽ നിറയ്ക്കുന്നത് നിന്റെ പെർഫോമൻസ് കൊണ്ടല്ല, അവന്റെ കൃപയാലാണ്. യെസ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ആരും നിന്നെ കുനിഞ്ഞു നോക്കത്തില്ല. ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നത് ഒരു പേടമാനിന് തത്തുല്യമായി ഗിരികളിൽ ദൈവം നിന്നെ നിർത്തുവാൻ പോകുന്നു. 1, 2, 3 പേർ തലയിൽ കൈവച്ച ആ ദൂത ഏറ്റെടുത്തത് ഞാൻ കണ്ടു. യെസ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ കാൽകളെ കാലമാൻ പേടയ്ക്കു തുല്യമായി നടത്തുന്നവൻ, എന്റെ കാൽകളെ കാലമാൻ പേടയ്ക്ക്. അർത്ഥം, ഈ താഴ്വരയിൽ നീ തൊലഞ്ഞു പോകത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിന്നെ കുരുക്കാൻ ശ്രമിക്കുന്ന വള്ളിക്കെട്ടുകളിൽ നീ കുരുങ്ങി പോകത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ. ഈ താഴ്വരകളെ കയറി, ഈ മതിൽ കെട്ടുകളെ നീ ചാടിക്കടന്ന് ഈ വെല്ലുവിളികളുടെ നടുവിൽ മാൻ പേടയ്ക്ക് തുല്യമായി ഗിരികളിൽ, പർവ്വതങ്ങളുടെ മുകളിൽ നീ ജയിച്ച് നിൽക്കുവാൻ പോകുന്നു. 3 സ്നേഹിതർ കടന്നു വന്നു. അതിൽ ഒരുത്തന്റെ പേരാണ് എലീഫാസ്. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന്, മുറിവിന്മേൽ മുറിവേറ്റ് തകർന്ന് കിടക്കുന്നവന്റെ അടുക്കൽ എലീഫാസ് കടന്നു വന്നിരിക്കുന്നു. എലീഫാസ് എന്ന പേരിന്റെ അർത്ഥം ഇതാണ്. സ്തോത്ര. ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദൈവം എൻ്റെ ബലം. ദൈവം എൻ്റെ ബലം എന്ന അർത്ഥമുള്ള എലീഫാസ് വരുമ്പോൾ ഞാൻ വിചാരിച്ചു യോബിനെ ബലപ്പെടുത്താനാണ് വരുന്നത്. പക്ഷെ അവൻ വന്നത്, സ്തോത്രം, അവൻ വന്നത് ബലപ്പെടുത്താനല്ല വന്നത്. അവൻ വന്നത് മുറിവിൽ മുളക് പൊടി ഇടുന്നത് പോലെ കുത്തി വേദനിപ്പിക്കാനാണ് വന്നത്. അവൻ വന്ന എലീഫാസ് എന്താ പറഞ്ഞത്?
he was talking about a human experience. മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. സ്തോത്രം. അതെ, വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈ നോട്ട് മാത്രത്തിൽ എടുത്ത് പോയാലും 42 അധ്യായമുള്ളൂ. അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ഇത് ഒന്ന് വായിച്ചു തീർക്കണം. സ്തോത്രം. കമാൺ. ഒരാൾ മാത്രം ഹല്ലേലൂയ പറഞ്ഞു, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുന്നു. അയാളെങ്കിലും വായിച്ചെങ്കിൽ ഈ ദൂതന് സക്സസ് ആയി. ഹല്ലേലൂയ. 42 അധ്യായമുള്ളൂ. 42 അധ്യായം. ഇവിടെ നോക്കണമേ. സ്തോത്രം. എലീഫാസ് പറയുകയാണ്, ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ. ഞാൻ വായിക്കുന്ന യോബ് 4:7. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. മക്കളെ, ഒരിക്കൽ കൂടെ 7-8 വാക്യം. 7-8 നോക്ക്. ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോകുന്നു. നീ ദോഷമില്ലാതെ നിർദോഷിയാണോ, നീ നേരുള്ളവനാണോ, നിനക്ക് ഈ ഗതികേട് വരത്തില്ല. ഞാൻ കണ്ടെടുത്തോളം, നിന്റെ പറയാ, ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. അപ്പം നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, നിനക്ക് അന്യായമുണ്ട്, അതുകൊണ്ട് അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ. അവൻ പറയുന്നു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ആണ്. സ്തോത്രം. എലീഫാസ് പറയുന്നത് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് സംഭവിച്ചത് ഇതാണ്, ഇവർക്ക് സംഭവിച്ചത് ഇതാണ്. അവർക്ക് അന്യായം ചെയ്ത് അവർ കഷ്ടത കിട്ടി, അവർ തൊലഞ്ഞു. അതുപോലെ യോബേ, നിനക്കും ഇതാ എന്താണ്ട് അന്യായമുണ്ട്, നീയും തൊലയാൻ പോകുകയാണ്. നീയും സ്തോത്രം കഷ്ടതയിൽ നീ നശിപ്പാൻ വേണ്ടി പോകുകയാണ്. അതൊരിക്കലും ബലപ്പെടുത്തുന്ന ശബ്ദമല്ല, ബലഹീനപ്പെടുത്തുന്ന ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ തലവേദനയാണെന്നിരിക്കട്ടെ, നല്ല വെയിലാണ് പുറത്ത്, വെയിൽ കൊണ്ട് സ്തോത്രം തലവേദനയായി. ആരെങ്കിലും വന്നിട്ട് പറയുകയാണ്, അയ്യോ ഇതുപോലൊരു തലവേദന, ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഇതുപോലൊരു തലവേദന ഉണ്ടായി, കഴിഞ്ഞ ആഴ്ച എൻ്റെ പരിചയത്തിൽ അങ്ങേത് ചെന്ന് സ്തോത്രം സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറായി, ഇന്നലെ രാവിലെ മരിച്ചു എന്ന് പറയുന്നത് പോലെ ആരുടെയോ അഭിപ്രായം പറഞ്ഞ് യവനെ ബലഹീനപ്പെടുത്തുകയാണ്. ആരുടെയോ അനുഭവം പറഞ്ഞ് യവനെ ബലഹീനപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരുമായി നിന്നെ കമ്പയർ ചെയ്ത്, മനസ്സിലാകുന്ന നിങ്ങൾക്ക്, മറ്റുള്ളവരുമായി നിന്നെ കമ്പയർ ചെയ്ത്, ആ വീട്ടിൽ ഇങ്ങനെ നടന്നതുപോലെ നിനക്ക് നടക്കും, അവിടെ മക്കൾക്ക് നടന്നതുപോലെ നിനക്ക് നടക്കും, അവിടെ ചർച്ചിൽ നടന്നതുപോലെ നിനക്ക് നടക്കും, അവർക്ക് നടന്നതുപോലെ നിനക്ക് നടക്കും എന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞേരെ, ചേച്ചി ആ വെള്ളമങ്ങ് മാറ്റി വെച്ചേരെ, അവരെ പോലെയല്ല ദൈവം എന്നെ സൃഷ്ടിച്ചത്. മനസ്സിലായോ? അവരെ പോലെ അല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ഞാൻ പറയട്ടെ, അവർക്ക് വന്ന തകർച്ച നീ എവിടെയെങ്കിലും കേട്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞ് കേട്ടെങ്കിൽ, നീ കേട്ടെങ്കിൽ, നീ കണ്ട മറ്റുള്ളവരുടെ തകർച്ച, നീ കേട്ട മറ്റുള്ളവരുടെ തകർച്ച, അത് നിനക്ക് വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതിയെടുക്കാൻ ഞാൻ വേർഡിൽ, ദൈവവചനത്തിൽ വളരെ കൃത്യമായി നിങ്ങളെ പണിവാനാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരുത്തൻ്റെ അനുഭവം നിനക്ക് ഉപദേശമല്ല. മറ്റൊരുത്തൻ്റെ അനുഭവം നിനക്ക് ഉപദേശമല്ല. സക്കായി കാട്ടത്തിൽ കയറി, ഞാനും പുളിമരത്തിൽ കയറും. നോവേ, നീ ഒന്നിലും കയറാൻ പോകുന്നില്ല. സ്തോത്രം. പത്രോസ് മീൻ പിടിച്ചു, ഞാനും മീൻ പിടിക്കാം, പോകുന്നില്ല. അതെ, സ്തോത്രം. പൗലൂസ് കുതിരപ്പുറത്ത് നിന്ന് വീണു, ഞാനും KSRTC താഴെ വീഴും. ഇല്ല, നിനക്ക് സംഭവിക്കത്തില്ല. മറ്റൊരുത്തന് സംഭവിച്ചത്, മറ്റൊരുത്തൻ്റെ ആ പാസ്റ്ററിന് സംഭവിച്ചത്, ആ വീട്ടിൽ സംഭവിച്ചത്, ആ വിശ്വാസിക്ക് സംഭവിച്ച നോ, ആ ബിസിനസ്സുകാരന് സംഭവിച്ചത് നിനക്ക് സംഭവിക്കത്തില്ല. അവന് ജപ്തിയായിരിക്കും ഉണ്ടായത്, അവൻ ആക്സിഡന്റ് ആയിരിക്കാം വന്നത്, അവൻ ICUലായിരിക്കാം, അവൻ വെന്റിലേറ്ററിലായിരിക്കാം. ഇതൊന്നും നിനക്കുള്ളതല്ല. പകരം ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി കർത്താവ് പറവാൻ വേണ്ടി തന്ന ദൂത് ഇതാണ്: ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, സംതിങ് ഗ്രേറ്റ്, സംതിങ് ന്യൂ.
മറ്റുള്ളവർ നീ കണ്ടത് നിനക്ക് ഭവിക്കയില്ല. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടത് നിന്റെ വീട്ടിൽ വരികയില്ല. ഓ കമാൺ, എനിക്കത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ കണ്ടത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ കണ്ടത് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് ആരും കാണുകയില്ല. മറ്റുള്ളവർ നിന്നോട് പറഞ്ഞത് നിന്നെക്കുറിച്ച് ആരും ഭരിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരെ തൊട്ട് പറ, ഇതിൽ നമ്മൾ ജയിച്ചിരിക്കും. പെട്ടെന്ന് പറഞ്ഞേ, ഇതിൽ നമ്മൾ ജയിച്ചിരിക്കും, ഇതിൽ നമ്മൾ ജയിച്ചിരിക്കും. ഐ പ്രൊഫസൈ ഓവർ യു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, മറ്റുള്ളവർ തോറ്റു, മറ്റുള്ളവർ തകർന്നു എന്ന് നീ കണ്ടെങ്കിൽ, നീ കേട്ടെങ്കിൽ, അവർ തോറ്റെടുത്ത് നീ ജയിക്കാൻ പോവാ. നിങ്ങൾക്ക് മുൻപായി പോയ സീനിയേഴ്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് മുൻപേ പോയ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മുൻപേ പോയ ദൈവദാസന്മാരുണ്ടായിരിക്കാം. അവർ എവിടെയാണോ സ്റ്റംബിൾ ചെയ്തത്, അവർ ഏതിനാണോ ഇടറിയത്, നീ അതിനെ ചാടിക്കടക്കുവാൻ പോകുകയാണ്. ഓ ഹാ ഹാ ഹാ. ഇത് മാർച്ച് 3-ാം തീയതി മാത്രമല്ല ഈ തോതു തുടർന്നത്. അടുത്ത ദിവസങ്ങൾ നിന്റെ മുൻപിലുള്ളതായ പല കെണികളും കുടുക്കുകളും അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ നിനക്ക് മുൻപിൽ കണികളും കുടുക്കുകളും ശത്രു വച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇന്നേ പറയുന്നു, നാളത്തെ അറ്റാക്കിനെ നീ ജയിക്കുവാൻ പോകുകയാണ്. നാളത്തെ പ്രശ്നത്തെ നീ ജയിക്കുവാൻ പോകുകയാണ്. നാളത്തെ പ്രതിസന്ധിയെ നീ ജയിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നോട്ടിലില്ല, ഞാൻ പറയട്ടെ, ഭാവിയിലെ ജയത്തിനായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഭാവിയിലെ ജയ. മറ്റുള്ളവർ തോറ്റെടുത്ത് നീ ജയിക്കുവാൻ വേണ്ടി പോകുന്ന മറ്റൊരുത്തൻ്റെ അനുഭവം പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ല. ഒരിക്കൽ കൂടെ, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തല്ല. എൻ്റെ മേൽവിലാസം വേറെയാ, എൻ്റെ ഫിംഗർ പ്രിന്റ് വേറെയാ. ഓഹോ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, അവർ തോറ്റെടുത്ത് നമ്മൾ ജയിക്കും. പറഞ്ഞേ, അവർ തോറ്റെടുത്ത് നമ്മൾ ജയിക്കും. അതുകൊണ്ട് എല്ലാ ഏലിഫാസിന്റെ ക്ലബ്ബുകളെ വീട്ടിൽ കയറ്റാതിരിക്കുക. മറ്റൊരുത്തൻ്റെ അനുഭവം പറഞ്ഞ് എന്നെ അളക്കല്ല, ഇതാളെ വേറെയാ കുട്ടി, ഇതാളെ വേറെയാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പൊളിഞ്ഞതല്ല, എൻ്റെ ദൈവം അനുവദിച്ചതാ. എൻ്റെ ദൈവം അനുവദിച്ചെങ്കിൽ റിമോട്ട് കൺട്രോൾ അന്ന നിന്റെ കയ്യിലല്ല, റിമോട്ട് കൺട്രോൾ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാ നിയന്ത്രണം ഇപ്പോഴും. നമ്പർ 2, രണ്ടാമത്തെ സ്തോത്രം സ്നേഹിതാണ് ബിൽദാദ്. ബിൽദാദ് എന്താ പറഞ്ഞത്? ബിൽദാദ് എന്ന പദത്തിനർത്ഥം ദ ലോർഡ് ഹാസ് ലവ്ഡ്, ദൈവം സ്നേഹിച്ചിരിക്കുന്നു, ദൈവം സ്നേഹിച്ചിരിക്കുന്നു. പക്ഷേ സ്തോത്രം പേരൊക്കെ ഭയങ്കര, ദൈവം സ്നേഹിച്ചിരിക്കുന്നു. പക്ഷെ ഒരു സ്നേഹം വാതർത്താലില്ല. വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്നേഹം ഒഴുകുക. കരമന ആറും കിള്ളി ആറും പോലെ 2 ആറുകളുണ്ട് നമുക്കിവിടെ. അമഴയഞ്ചാൻ തോടാണ്, അതിൻ്റെ കാര്യം പറയണ്ട. സ്തോത്രം. അതെ, ഞാൻ വിചാരിച്ചത് ദൈവ സ്നേഹം അങ്ങിപ്പോൾ കവിഞ്ഞൊഴുകുമെന്ന ബിൽദാദ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ വന്ന ട്രഡീഷനാണ് പറയുന്നത്, ട്രഡീഷൻ, അവൻ്റെ പാരമ്പര്യമാണ് പറയുന്നത്. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള കാര്യം. ട്രഡീഷൻ, പാരമ്പര്യമാണ് പറയുന്നത്, പാരമ്പര്യം. സ്തോത്രം. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, യോബ് 8:8. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കാം, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. പിന്നെ നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരല്ലല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവിതകാലം ഒരു ജീവിതകാലം ഒരു നിഴലത്രേ. 10-ാം വാക്യം, അവർ നിനക്ക് ഉപദേശിച്ചു പറഞ്ഞു തരും, തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും. 8-ാം അധ്യായം 8-9 വാക്യങ്ങൾ പണ്ടത്തെ കാര്യത്തെക്കുറിച്ച് പറയുക. യോബേ, പണ്ടത്തെ കാര്യം, നിനക്കുണ്ടായ ഈ കൊക്കമ്പിച്ചിയുണ്ടല്ലോ, നിനക്കുണ്ടായ ഈ പ്രശ്നം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ആർക്കും ഇതുപോലെ വന്നിട്ടില്ല. നമ്മുടെ കുടുംബം, അയ്യോ നമ്മുടെ കുടുംബം എന്തോ കുടുംബം എന്നറിയോ, നമ്മുടെ പൂർവികർ എന്തോ ഉണ്ടായിരുന്നു. നിനക്ക് വന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വേറെ ആർക്കും വന്നിട്ടില്ല. അപ്പം അതിനർത്ഥം ഇതാണ്, നിനക്കെന്തോ കുഴപ്പമുണ്ട്.
നിനക്കെന്തോ കുഴപ്പമുണ്ട്, നീ ആള് ശരിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വെള്ളയ്ക്ക നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ നേരത്തെ ജീവിച്ചിരുന്ന വേറെ ആർക്കും വന്നില്ലല്ലോ, നിനക്ക് മാത്രം വന്നെങ്കിൽ നിനക്ക് മാത്രം. കുടുംബത്തിനെ നാണക്കേടായി, സഭയ്ക്ക് നാണക്കേടായി, നിനക്ക് വന്നത് വേറെ ആർക്കും വന്നില്ലല്ലോ എന്നവൻ ട്രഡീഷൻ പറയുകയാണ്. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. എടോ, നിൻ്റെ ട്രഡീഷൻ പറയുന്നെങ്കിൽ അവനെ ഞാൻ ട്രെൻഡ് മേക്കറായി തിരഞ്ഞെടുത്തിരിക്കുക. മനസ്സിലായോ? പുതിയൊരു ട്രെൻഡ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവാ. ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ട്രെൻഡ് അല്ല, ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും അല്ല, ഡ്രസ്സിൻ്റെ അല്ല. നിന്റെ ലൈഫിനെ കണ്ടിട്ട്, നിന്റെ ജീവിതത്തെ കണ്ടിട്ട് നീ വിശുദ്ധിയോടും നിർമ്മലതയോടും കർത്താവിന് വേണ്ടി നിൽക്കുന്ന, വചനപ്രകാരം നിന്നെ തന്നെ ക്രമീകരിക്കുന്ന നിന്റെ ജീവിതത്തെ കണ്ടിട്ട് പുതിയൊരു ട്രെൻഡ് ദൈവമാമ മഹത്വത്തിന് വേണ്ടി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു യേശുവിൻ നാമത്തിൽ. ഹേ, നീ മൈക്ക് പിടിക്കണ്ട, നിനക്ക് പ്ലാറ്റ്ഫോം വേണ്ട. പക്ഷെ നിന്നെ കാണുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. 10,000-കണക്കിന് ആൾക്കാർക്ക് നീ 10,000-കണക്കിന് ജനത്തിന് നീ ഇമ്പാക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നീ ഒരു ട്രെൻഡ് മേക്കറാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ യവനെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ യവനെ പോലെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ യവനെ പോലെ ആരാധിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ യവനെ പോലെ നിൽക്കണം. അർത്ഥം, ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ കുടുംബത്തിന്റെ ട്രഡീഷനിൽ ആർക്കും ഇല്ലാത്തൊരു മഹത്വം, നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു മഹത്വം അപ്പച്ചൻ നിന്റെ ലൈഫിലൂടെ പുറത്തെടുക്കാൻ വേണ്ടി പോകുക. യെസ്, ഏറ്റെടുക്കണം യേശുവിന്റെ നാമത്തിൽ. നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീര് നിനക്കുണ്ടായെങ്കിൽ, നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ തലമുറയായി വേറെ ആർക്കുമില്ലാത്ത തകർച്ചയും വ്യഥയും നിന്റെ ലൈഫിലുണ്ടെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത വലിയ മഹത്വം നീ ചുമക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ തൊലഞ്ഞതുപോലെ നീ തൊലയത്തില്ല, മറ്റുള്ളവർ പരാജയപ്പെടുന്നത് പോലെ നീ പരാജയപ്പെടത്തില്ല. നമ്പർ 2, മറ്റുള്ളവർക്കില്ലാത്ത വലിയ മഹത്വം നീ ചുമക്കുവാൻ വേണ്ടി പോകുന്നു. എല്ലാ ബിൽദാദുമാരെ, എന്ന ആദ്യം ഞാൻ വിചാരിച്ചത്, ബിൽദാദിനെക്കാളും ഡേഞ്ചറസ് ആയ ബിൽദാദുമാർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അവരെ നോക്കി പറ, വേറെ ആർക്കും ഇല്ലാത്ത സ്തോത്രം തകർച്ച വന്നെങ്കിൽ, വേറെ ആരും കൊടുക്കാത്ത വില ഞാൻ കൊടുത്തു കഴിഞ്ഞു. 3 പേരെ തൊട്ട് പറ, വില കൊടുത്ത ദൈവത്തെ സേവിക്കുക. പെട്ടെന്ന് പറഞ്ഞാട്ടെ, വില കൊടുത്ത ദൈവത്തെ സേവിക്കുക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, ക്രിക്കറ്റ് ഇഷ്ടമല്ല, ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗാലറിയിൽ നിന്ന് കളി കാണാൻ ഭയങ്കര നല്ലതാ. ഗാലറിയിൽ നിന്ന് എടാ റൊണാൾഡോ അടിക്കടാ, ഗാലറിയിലിരുന്ന് അഭിപ്രായം പറയാൻ ഭയങ്കര എടാ മെസ്സി കൊടുക്കടാ, ഗാലറിയിലിരുന്ന് അഭിപ്രായം പറയാൻ ചേച്ചിക്കും അണ്ണനും ഭയങ്കര. ഒന്ന് ഇറങ്ങി കളിക്കുക. ഹലോ അണ്ണ, ഒന്ന് ഇറങ്ങി കളിക്ക്. ഹല്ലേലൂയ. ഞായറാഴ്ച വന്ന് മറ്റേ പെന്തിക്കോസിന്റെ നീളമുള്ള കവറിൽ പൈസ മേടിച്ചു പോകാൻ ഭയങ്കര സുഖ. സൺഡേ വന്ന് സ്തോത്രക്കാഴ്ച ദശാംശം കൊണ്ടുപോയി ബിസിനസ് കളിക്കാൻ ഭയങ്കര നല്ലതാ. പക്ഷേ യേശുവിൻ നാമത്തിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി എന്ന് പറഞ്ഞ് ആത്മാക്കളെ വിടുവിക്കുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസം ഞാൻ ഗുജറാത്തിലായിരുന്നു. ഓരോ രാത്രി താഴ്മയോടെ പറയട്ടെ, ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ യേശു കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് ജനം ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാ പാമ്പിന്റെ മടയിൽ നിന്ന് ആട്ടിൻ കുട്ടികൾ ചാടി പുറത്തു വരുന്നത് പോലെ ആത്മാക്കൾ വിടുവിക്കപ്പെടുകയാണ്. അതിന്റെ പേരാണ് ശുശ്രൂഷ. പണം പിരിക്കുന്നതല്ല, പേരുണ്ടാക്കുന്നതല്ല, പ്രസിദ്ധനാകുന്നതല്ല, യൂട്യൂബിൽ ചെത്തുന്നതല്ല. ഹല്ലേലൂയ.
അത് കണ്ടിട്ട് സാത്താനും അവന്റെ സൈന്യത്തും സുരേഷ് നല്ല ഇരിക്കുന്നു എന്നല്ല പറയുന്നത്. മുഴുവൻ നരകം നിനക്കെതിരെ പാളയമിറങ്ങുക, മുഴുവൻ നരകം നിനക്കെതിരെ സ്തോത്രം ദോഷം നിരൂപിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ വില കൊടുത്ത ദൈവത്തിന് വേണ്ടി നിൽക്കുക. വില കൊടുത്ത് തിരുവനന്തപുരത്തെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. വില കൊടുത്ത ദൈവത്തെ സേവിക്കുക. ഹല്ലേലൂയ. നീ മുറിവേറ്റവനായിരിക്കാം, മുറിവേറ്റവളായിരിക്കാം, doesn't matter. God uses the broken soldiers. ദൈവം മുറിവേറ്റവരെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവർക്ക് വരുന്ന തകർച്ച നിനക്കുള്ളതല്ല, മറ്റുള്ളവർക്കില്ലാത്ത വ്യഥ നിനക്കുണ്ടെങ്കിൽ, മറ്റുള്ളവരില്ലാത്ത ഒരു ട്രെൻഡ് ദൈവം നിന്നോട് വെളിപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്പർ 3, മൂന്നാമത്തവന്റെ പേരാണ് സോഫർ. സോഫാർ എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അതിൻ്റെ അർത്ഥം, കിരീടം. പക്ഷെ അവൻ വാ തുറന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ കിരീടമല്ല കേട്ടോ, ഇവൻ കിരീടമല്ല, ഇവൻ മുൾക്കിരീടമാണ്. ഇവൻ കിരീടമല്ല, ഇവൻ മുൾക്കിരീടം. ആരും കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ഇവൻ കിരീടമല്ല, ഇവൻ മുൾക്കിരീടമാണ്. യോബിന്റെ പുസ്തകം സ്തോത്രം അതെ 11-ാം അധ്യായം 13 മുതൽ 17 വരെ. സ്തോത്രം. ബൈബിൾ അയക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13 മുതൽ 17 വരെ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13 മുതൽ 17 വരെ. സ്തോത്രം. നോക്കിയേ. സോഫർ പറയുകയാണ്, സോഫർ കിരീടം എന്ന് പറയുന്നവൻ സ്തോത്രം പറയുകയാണ്, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈമലർത്തുമ്പോൾ. അടുത്ത വാക്യം, നിന്റെ കയ്യിൽ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക. അയ്യോ, നിങ്ങളൊന്ന് ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുക. ശബ്ദം ഉയർത്തി എല്ലാവരും വായിക്കുക. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈമലർത്തുമ്പോൾ, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കില്ല. എന്തോ മനസ്സിലായി? എടാ യോബേ, നീ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നല്ലോ. നീ ഏതാണ്ട് പരിപാടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു, ദൈവം നിന്നെ അടിച്ച് തകർത്ത് പൊട്ടിപ്പൊളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലടേ. വാ തന്നെ, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. അങ്ങനെ കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിനക്കെന്തോ കുറവുണ്ട്, നിനക്കെന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലല്ലോ. നിനക്ക് എന്തോ കുറവുണ്ട്, നിന്നെ നമുക്കറിയത്തില്ല, അങ്ങനെ അതാണ് നമുക്കറിയത്തില്ല. എന്തോ തകരാറ് പോലെയുള്ള എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നും വരത്തില്ല. ഇല്ലെങ്കിൽ എന്തോ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ തകരാറ് എന്തൊക്കെയോ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോ. പിശാചേ, ഉറങ്ങിയിരുന്ന 2 ആന്റിമാർ ഇപ്പോഴാണ് കണ്ണു തുറന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യോബിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇതുവരെ പുറത്തിറങ്ങിയില്ലെന്ന്. സ്തോത്രം. അതെ, നിനക്കെന്തോ കുഴപ്പമുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ കർത്താവിന് ഒരു കുഴപ്പമില്ല. രക്ഷിക്കപ്പെട്ട ദൈവജനം കേൾക്ക്, നീ നിൽക്കുന്നത് നിന്റെ കാലിലല്ല, നീ നിൽക്കുന്നത് അവന്റെ കൃപയിലത്രേ. നീ നിൽക്കുന്നത് അവന്റെ കൃപയിലാണ്. മറ്റുള്ളവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിരലുകൾ മടങ്ങട്ടെ. നിന്റെ കൂടപ്പിറപ്പുകളായി, നിന്റെ സഹോദരന്മാരായി, സഹോദരിമാരായി, നിന്റെ ബന്ധുക്കളായി, സഹവിശ്വാസികളെ, നീ ആള് ശരിയല്ല, നിനക്ക് ആ കുഴപ്പം, നിനക്ക് ഇറ്റേ കുഴപ്പം, നിനക്ക് മറിച്ച കുഴപ്പം. നോ. എന്റെ ദശാംശമല്ല എന്നെ നീതിമാനാക്കുന്നത്, എന്റെ വെള്ളവസ്ത്രമല്ല എന്നെ നീതിമാനാക്കുന്നത്, എന്റെ വാട്ടർ ബാപ്റ്റിസം അല്ല എന്നെ നീതിമാനാക്കുന്നത്, എന്റെ പെന്തിക്കോസ് അനുഭവമല്ല എന്നെ നീതിമാനാക്കുന്നത്. യേശു കർത്താവ് എന്റെ നീതി, യേശുവിന്റെ നീതി. സ്തോത്രം. മറ്റുള്ളവർക്ക് വന്ന തകർച്ച നിനക്ക് വരാൻ പോകുന്നു. നമ്മുടെ പാരമ്പര്യം, അയ്യോ നമ്മുടെ സഭ, നമ്മുടെ അവസ്ഥ, അയ്യോ നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം ശരിയല്ല, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നിത്യാദി 3 ശബ്ദങ്ങളെ ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം നിന്റെ ലൈഫിൽ ക്യാൻസൽ ചെയ്യുക. ഹല്ലേലൂയ. കം ഓൺ. ക്യാൻസൽ ചെയ്യുന്നു മകളെ, ക്യാൻസൽ ചെയ്യുന്നു. നിന്നെ തണുപ്പിച്ച ശബ്ദത്തെ, നിന്നെ മുറിവേൽപ്പിച്ച ശബ്ദത്തെ, നിന്നെ വിഷം കുത്തിവെച്ച ശബ്ദത്തെ, നിന്നെ വേദനിപ്പിച്ച ശബ്ദത്തെ, നിനക്കത് കുത്തുവാക്ക് പറഞ്ഞ ശബ്ദത്തെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. പകരം എന്റെ ദൈവം പറയുന്നു, there is going to be a double for your trouble.
There is going to be a double for your trouble. യോമാരുടെ അഭിപ്രായം കൊണ്ടല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്. നിന്റെ കണ്ണുനീർ കണ്ടവനാണ് ഞാൻ, നിന്റെ നെടുവീർപ്പ് കേട്ടവനാണ് ഞാൻ, നിന്റെ ഭാരം അറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, യോമാരുടെ മുൻപിൽ, ഈ അഭിപ്രായം പറയുന്ന അണ്ണാച്ചിമാരുടെ മുൻപിൽ, ഈ അഭിപ്രായം പറയുന്നവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഇരട്ടിയായി. Come on, come on, come on, come on, come on. Yes, carry va, 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 carry va. Yes, 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 yes. March, March, March മാസത്തിൽ അത് ആരംഭിക്കുകയാണ്. അവരുടെ മുൻപിൽ, അവരുടെ മുൻപിൽ പകയ്ക്കുന്നവനെ മിണ്ടാതാക്കുവാൻ, അവരുടെ മുൻപിൽ നിനക്കായി ഉറവകൾ തുറക്കുവാൻ പോകുന്നു, നിനക്കായി വാതിലുകൾ തുറക്കാൻ പോകുന്നു, നിന്നെ തേടി അവസരങ്ങൾ കടന്നു വരുവാൻ പോകുന്നു. Let me repeat that prophetic word again. നിന്നെ തേടി ആ അവസരങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു, നിന്നെ തേടി അവസരങ്ങൾ കടന്നു വരുവാൻ പോകുന്നു. നീ നന്മയെ തേടത്തില്ല, നീ കരുണയെ തേടത്തില്ല, അവസരം നിന്നെ തേടി വരുവാൻ വേണ്ടി പോകുന്നു. അങ്ങളെ, ഇത് സംഭവിച്ച എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്തൃമേശിയുണ്ട്. സ്തോത്രം. അവസ്ഥ മാറുകയാണ്. എങ്ങനെയാണ് അവസ്ഥ മാറിയെന്ന് അറിയോ? എങ്ങനെയാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറിയെന്ന് അറിയോ? ഈ 3 പേർ കുറ്റം പറഞ്ഞപ്പോൾ സ്തോത്രം 19-ാം അധ്യായത്തിൽ അവസ്ഥ സ്തോത്രം ദൈവകൃപയാൽ മാറുകയാണ്. കാര്യം എന്താണെന്നറിയോ? 19-ാം അധ്യായത്തിൽ സ്തോത്രം ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. യെസ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. 19-ന്റെ സ്തോത്രം 25, 26 വാക്യങ്ങൾ. സ്തോത്രം ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. നോക്കി 25, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. സ്തോത്രം. എല്ലാം പറയാൻ നേരെയല്ല, റാപ്ചറാണ് പറയുന്നത്. യേശു കർത്താവിൻ്റെ വരവിൽ ദൈവസഭയ്ക്ക് സംഭവിക്കുന്ന ഉൾപ്രാവണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഒറ്റ സെന്റൻസ് മാത്രം പറയട്ടെ. ഞാൻ കിടക്കുന്നത് തകർച്ചയിലാണ്, ഞാൻ കിടക്കുന്നത് നഷ്ടത്തിലാണ്, ഞാൻ കിടക്കുന്നത് നാശത്തിലാണ്. എൻ്റെ ഭാര്യ എന്നെ വിട്ട് അകന്നു പോയി, എൻ്റെ സമ്പത്ത് മുഴുവൻ പോയി, എൻ്റെ ആരോഗ്യമിതം നശിച്ചു പോയി. പക്ഷെ ഒന്നെനിക്കറിയാം, എത്ര വലിയ ആഴത്തിലുള്ള കുഴിയിൽ ഞാൻ ഇറങ്ങിക്കിടന്നാലും അവിടേക്ക് ആർക്കും ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യന് ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇന്ന് പകൽ നീ ഒറ്റപ്പെട്ടിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു, ജീവിതം തീർന്നു എന്ന് അവസാനിക്കുന്നു, എല്ലാം കൈവിട്ടുപോയെന്ന് ചിന്തിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ഹോളിന്റെ നെടുകയും കുറുകയും ഒരുവൻ നടക്കുന്നുണ്ട്. അവന് പറയുന്നു, ആരാ കുഴിയിൽ വീണിരിക്കുന്നത്, ആരാ ഏറ്റവും അധികമായി ത്യജിക്കപ്പെട്ടിരിക്കുന്നത്, ആരാ മുറിവേറ്റിരിക്കുന്നത്, ആരാ കൈവിടപ്പെട്ടിരിക്കുന്നത്? നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ റിഡംഷൻ പ്രോസസ്, ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വെളിപ്പെടുകയുണ്ടായി. അടുത്തുകൂടെ പ്രകാശത്തിൽ അധിവസിച്ചവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ വന്നപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്തിനാ വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. അതേ സ്തോത്രം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനത്രേ ഞാൻ വന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, റിഡംഷൻ മാസ്റ്റർ പ്ലാനിന് വേണ്ടി, വീണ്ടെടുപ്പെന്ന ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് സംഭവിക്കുകയുണ്ടായി. ഇന്ന് പകൽക്കാലം സമ്പത്തിലാണോ തകർക്കപ്പെട്ടെ, ആരോഗ്യത്തിലാണോ തകർക്കപ്പെട്ടെ, ബന്ധങ്ങളാണോ തകർക്കപ്പെട്ടത്, മറ്റേതെങ്കിലും രീതിയിലാണോ തകർന്ന് 2024 യോബായി ഈ മാർച്ച് മാസം 1-ാമത്തെ ആഴ്ചയിൽ നീ കിടക്കുന്നുവെങ്കിൽ പിടിച്ചു നിൽക്ക്. ഇയ്യോബിന്റെ സഹിഷ്ണുത നീ അറിയുന്നല്ലോ. ഓ കമോൺ, ഇയ്യോബിന്റെ സഹിഷ്ണുത എന്നതുപോലെ പിടിച്ചു നിൽക്ക്. പ്രാർത്ഥന കുറയല്ല, വിശ്വാസം തുരുമ്പെടുക്കല്ല, ഭക്തി മാറിപ്പോകല്, ട്രാക്ക് തെറ്റിപ്പോകല്. പിടിച്ചു നിൽക്ക്. ചില ആഴ്ച കഴിയുമ്പോൾ മറ്റുള്ളവർ നിന്നെ കുനിഞ്ഞു നോക്കത്തില്ല, അവർ നിന്നെ തല ഉയർത്തി നോക്കും.
വീണ്ടെടുപ്പ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അകൃത്യങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. സ്തോത്രം. ക്രൂശിൽ മരണത്തിൽ സംഭവിച്ചത് അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃഭാരമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല യോബേ എന്ന് പറഞ്ഞവന്റെ മുൻപിൽ നമുക്ക് പറയാൻ കഴിയും, അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്. ഓ, നമ്മുടെ പാരമ്പര്യത്തിൽ ഇത് പറ്റത്തില്ല യോബേ എന്ന് പറഞ്ഞവരുടെ നടുവിൽ നമുക്ക് പറയാൻ കഴിയും, സ്തോത്രം, അതി വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? 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 തിന്മയുടെ ശബ്ദം ഒരു വശത്ത് പറഞ്ഞവരുടെ നടുവിൽ യേശുവിന്റെ രക്തം സകലതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന്, നിനക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമെന്ന് തിരിച്ചറിവാൻ കഴിയാത്ത ഭയങ്കര ഉയർച്ച നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകരുതെന്ന്, മറ്റുള്ളവർക്ക് ആർക്കും നടക്കാത്ത വൻ കാര്യം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ ഭാവി നിന്റെ വീട്ടിൽ വേറെ ആർക്കും ഉണ്ടായിട്ടില്ലാത്ത ക്രമത്തിൽ ഏറ്റവും അധികമായി ശോഭിപ്പാൻ വേണ്ടി പോകുന്നുവെന്ന്, നിന്റെ ലൈഫിനെ അവൻ പണിവാൻ വേണ്ടി പോകുന്നുവെന്ന്. കാരണം ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്കായി ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. നമ്പർ 2, 2 കാര്യം കൊണ്ടാണ് യോബ് പണിയപ്പെട്ടത്. 1, വീണ്ടെടുപ്പുകാരൻ. നമ്പർ 2, എനിക്കൊരു അഡ്വക്കേറ്റ്. എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരുവൻ. വായിച്ചാട്ടെ ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 32-35 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 32-35 വാക്യങ്ങൾ നോക്കിയേ. ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതിന്, ഞങ്ങൾ ഒരുമിച്ച് ന്യായ വിസ്താരത്തിലേക്ക് ചെല്ലേണ്ടതിന് അവൻ എന്നെപ്പോലെ മനുഷ്യൻ അല്ലല്ലോ. ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതിന്. ആരോട്? ദൈവത്തോട്. ഞാൻ ദൈവത്തോട് പ്രതിവാദിക്കേണ്ടതിന്, ഞങ്ങൾ ഒരുമിച്ച് ന്യായ വിസ്താരത്തിലേക്ക് ചെല്ലേണ്ടതിന് അവൻ എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ. അടുത്ത വാക്യം, സ്തോത്രം, ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ വായിക്കുക, ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. യോബിന് ഒരു മധ്യസ്ഥൻ ഇല്ല. യോബ് പറയുകയാണ്, ഞാൻ ഈ കടന്നു പോകുന്നത് ഈ അവസ്ഥയുണ്ടല്ലോ, ഐ ഡോണ്ട് ഡിസർവ് ഇറ്റ്. അർഹതയില്ലാത്ത കുരിശ എൻ്റെ പുറത്തിരിക്കുന്നത്, അർഹതയില്ലാത്ത നഷ്ടം എൻ്റെ മേലിരിക്കുന്നത്, അർഹതയില്ലാത്ത വേദനയാണ് ഞാൻ ചുമക്കുന്നത്. എൻ്റെ അത്ര ഭക്തി ഇല്ലാത്തവന്മാർക്ക് എല്ലാം ഉണ്ട്, എൻ്റെ അത്ര പ്രാർത്ഥിക്കാത്തവന്മാർക്ക് ഒരു കുറവുമില്ല, എന്നെപ്പോലെ പിടിച്ചു നിൽക്കാത്ത എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഓ, എന്നെക്കാൾ പഠിക്കാത്തവർ നന്നായിരിക്കുന്നു, എന്നെക്കാൾ നന്നായി ജീവിക്കാത്തവർ നന്നായിരിക്കുന്നു. ഓ, വഴിതെറ്റി കാമിച്ചും പ്രേമിച്ചും നടക്കുന്നവർക്ക് എല്ലാം ഉണ്ട്, അവിശ്വസത കാണിക്കുന്നവർക്ക് എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് മാത്രം നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, ഈ 4 കാര്യം എൻ്റെ ലൈഫിലെ 4 തൂണ. സ്തോത്രം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്ന എനിക്ക് ഇത് കടന്നു വന്നെങ്കിൽ എനിക്കൊന്ന് വാദിക്കണം. എനിക്ക് വാദിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എനിക്കൊന്ന് കോർട്ട് റൂമിൽ കയറിച്ചെന്ന്, ദൈവത്തിൻ്റെ കോർട്ട് റൂമിൽ കയറിച്ചെന്ന് ചോദിക്കണം, പറകർത്താവേ, നീ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്, നീ യഹോവ തിസ്കനുമാണ്, നീ സ്തോത്രം യഹോവ തിസ്കനു, ദാറ്റ് മീൻസ് നീതിയുള്ള ദൈവമാണ്. പറ, എൻ്റെ ലൈഫിൽ, എൻ്റെ പുറത്ത് ഈ നുകം വന്നത് എന്താ എന്നെനിക്ക് വാദിക്കണം. പക്ഷേ എനിക്കൊരു മധ്യസ്ഥനില്ല. നിനക്ക് ദൂത് മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാടെ. അവനൊരു മധ്യസ്ഥനെ തേടുകയാണ്. അവനൊരു മധ്യസ്ഥൻ തേടുന്നു എന്ന് പറഞ്ഞാൽ, അവനൊരു മധ്യസ്ഥ തേടുന്നു എന്ന് പറഞ്ഞാൽ അവൻ യേശുവിനെ തേടുകയാണ്. എന്നാൽ സ്തോത്രം, നമുക്ക് പറയാൻ കഴിയാം, ഞങ്ങൾ മധ്യസ്ഥനെ തേടിയില്ല യോബേ, മധ്യസ്ഥൻ ഞങ്ങളെ തേടി. ഞങ്ങൾ മധ്യസ്ഥനെ തേടിയില്ല, മധ്യസ്ഥൻ ഞങ്ങളെ തേടി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവനെ സ്നേഹിച്ചതല്ല, ആദ്യം അവൻ ഞങ്ങളെ സ്നേഹിച്ച്. ഇന്ന് പകൽക്കാല അവൻ ഞങ്ങളെ സ്നേഹിച്ചിട്ട് അവൻ മിണ്ടാതിരിക്കുന്നില്ല. അവൻ എനിക്ക് വേണ്ടി വാദിക്കുകയാണ്. എനിക്ക് വേണ്ടി അവൻ വാദിക്കുകയാണ്. യെസ്, എനിക്ക് വേണ്ടി അവൻ വാദിക്കുകയാണ്.
കേൾക്കണം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്ററിന്റെ കണ്ണുകളൊന്ന് തുറക്കണേ. നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്ററിന്റെ കണ്ണ് തുറക്കണം. തിരുവനന്തപുരത്ത് പ്രാന്തപ്രദേശങ്ങൾ നിനക്കെതിരെ മനുഷ്യർ സംസാരിക്കുന്നതിനേക്കാൾ, നീ ആള് ശരിയല്ല, നീ അതാണ് ഇതാണ്, അത്രമാത്രമാണ് മനുഷ്യൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായ കാര്യം സ്പിരിറ്റ് റിലത്തിൽ, ആത്മമണ്ഡലത്തിൽ ശത്രു നിനക്കെതിരെ സംസാരിക്കുകയാണ്. ശത്രു സംസാരിക്കുന്നു. ആ അനുഗ്രഹം അവനിൽ നിന്ന് എടുത്തുകളാ, ആ വേലി പൊളിച്ചുകളാ, ആ അഭിഷേകം കൊടുക്കാതിരിക്കെ, അവന്റെ ജീവിതത്തിൽ ഇത് വരട്ടെ, അവൾക്ക് ഇത് വരട്ടെ എന്ന് സാത്താൻ, സ്തോത്രം, അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കെതിരെ വാദിക്കുകയാണ് സാത്താൻ. കമാൺ, ഞാൻ പറയുന്ന ആത്മീയ യുദ്ധം എത്ര പേർക്ക് മനസ്സിലാക്കുന്ന അറിയത്തില്ല. നിനക്കെതിരെ സാത്താൻ, ആത്മീയ യുദ്ധം, സാത്താൻ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, സാത്താൻ നിനക്കെതിരെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഓരോ വിഷയം പറഞ്ഞ് സാത്താൻ വാദിക്കുമ്പോൾ, യോബേ, നിനക്ക് മധ്യസ്ഥൻ ഇല്ല. ഇടതുവശത്ത് പ്രതിപക്ഷം ആക്റ്റീവായി നിനക്കെതിരെ സാത്താന്യ മണ്ഡലം ദൈവ സിംഹാസനത്തിന്റെ ഇടതുവശത്ത് അവൻ അങ്ങ് ആക്റ്റീവായി പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ കണ്ടു വലതുവശത്ത് ഒരു ചലനം. മാർച്ച് 3-ാം തീയതി ഒരുവൻ നിനക്ക് വേണ്ടി ചലിക്കുന്നു. മാർച്ച് 3-ാം തീയതി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഒരുവൻ നിനക്ക് വേണ്ടി ചലിക്കുന്നു. അവൻ പറയുന്നു, കുറെ നേരമായി ഞാനിത് കേട്ടിട്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞിനെതിരെ, എന്റെ ദാസനെതിരെ, എന്റെ ദാസിക്കെതിരെ ശത്രു ഇത്രയും വാട കോരുന്നത് കുറെ നേരമായി ഞാൻ കേട്ടിട്ടിരിക്കുകയാണ്. ഇനഫ് ഈസ് ഇനഫ്, മതി. ഇതിന് ഞാൻ ഇന്ന് പകൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ പോകുന്നു. ആഹാ 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 ആഹാ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദമായി ഞാൻ വിളിച്ചു പറയട്ടെ, പലതിന് ദൈവം ഇന്ന് പകൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. Come on, come on, come on, come on, come on. യേശുവിന്റെ നാമത്തിൽ പലതിന് കർത്താവ് ഇന്ന് പകൽ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അവൻ എഴുന്നേൽക്കുന്നു. നീ അവന് കൊടുത്ത ഫീസുമായിട്ടല്ല അവൻ എഴുന്നേൽക്കുന്നത്. വഞ്ചിയൂര് ഹൈക്കോടതിയിൽ, അതിനപ്പുറത്ത് സുപ്രീം കോടതിയിൽ നീ കൊടുത്ത ഫീസുമായി നിന്റെ അഡ്വക്കേറ്റ് എഴുന്നേൽക്കുന്നെങ്കിൽ നീ അങ്ങോട്ട് കൊടുത്തതല്ല, അവൻ ഇങ്ങോട്ട് ചൊരിഞ്ഞ രക്തവുമായി, അവൻ ഇങ്ങോട്ട് ചൊരിഞ്ഞ രക്തവുമായി അവൻ എഴുന്നേൽക്കുകയാണ്. And my Bible says the blood which is speaking better things than that of the blood of Abel, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ. മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, എങ്കിൽ കൈയടിക്കണം. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കേണ്ടതിന് വേണ്ടി, നിനക്ക് നേരെ നാവ് വളയ്ക്കുന്നവരെ മിണ്ടാതാക്കേണ്ടതിന് വേണ്ടി, നിനക്കെതിരെ സംസാരിക്കുന്ന ആ ശബ്ദ കോലാഹലത്തെ മിണ്ടാതാക്കേണ്ടതിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു രക്തത്തിന്റെ ശബ്ദം സ്പിരിറ്റ് റിലത്തിൽ ഉയരുകയാണ്. ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഒരു ശബ്ദം ഉയരുന്നു. മക്കളെ, സ്തോത്രം പറ, വാ തുറന്ന് ആരാധിക്കുക. അങ്കളെ, എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മക്കളെ, നിനക്ക് കേൾക്കാൻ വേണ്ടിയല്ല ആ രക്തത്തിന്റെ ശബ്ദം ഉയരുന്നത്. കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റാത്തത് കടവാവലിന് കേൾക്കാൻ കഴിയുന്നു. നമുക്ക് കേൾക്കാൻ പറ്റാത്തത് പക്ഷികൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. നമുക്ക് കേൾക്കാൻ പറ്റാത്തത് മൃഗങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. ദൂത് നിനക്ക് കേൾക്കാൻ കഴിയാത്തത് ദുരാത്മാക്കൾ കേൾക്കുന്നു, അവ വരയ്ക്കുന്നു.
ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ രമേശ എനിക്ക് മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിലെ യോബിനേക്കാൾ ബെറ്റർ പ്ലേസിലാണ് ദൈവം ഈ ജനത്തെ ഇരുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ യോബിന് വീണ്ടെടുപ്പുകാരനുണ്ടോ എന്നവൻ ചോദിച്ചു. എന്നാൽ നമ്മൾ പറയുന്നു യെസ്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളെ ജീവിക്കും. എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല ഉള്ളത്. ഒരു വശത്തവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, മറുവശത്തവൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്. 3 പേരെ തൊട്ട് പറ, അവൻ മൗനമായിരിക്കത്തില്ല. പറ, അവൻ മൗനമായിരിക്കത്തില്ല. അവൻ മൗനമായിരിക്കത്തില്ല. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിനക്ക് വേണ്ടി അവൻ എന്തോ സംസാരിക്കുമെന്നറിയോ? സ്തോത്രം. പിതാവായ ദൈവത്തിന് മുൻപിൽ അവൻ ഈ പ്രകാരം പറയും, അവൻ എൻ്റെ മകനാണ്, അവൾ എൻ്റെ മകളാണ്. എവർക്ക് വേണ്ടിയാണ് ഞാൻ ഗദശമനിയിൽ കരഞ്ഞത്? എവർക്ക് വേണ്ടി കരയുമ്പോഴാണ് എൻ്റെ വിയർപ്പ് ഗദശമനിയിൽ രക്തമായത്? ഇവർക്ക് വേണ്ടിയാണ് ഞാൻ പിടികൊടുത്തത്. എവർക്ക് വേണ്ടിയാണ് എൻ്റെ പുറം മുഴുവൻ അടിച്ചു ചാറാക്കിയത്? ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മുൾക്കിരീടം ചൂടിയത്. ഇവർക്ക് വേണ്ടിയാണ് 1 കിലോമീറ്റർ 200 മീറ്ററും ഞാൻ ക്രൂശ് ചുമന്നത്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഇവർക്ക് വേണ്ടിയാണ് അവസാനത്തുള്ളി രക്തം വരെ ഞാൻ ഒഴുക്കിയത്. യെസ്, അവനെന്തൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിലും, അവനെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, അവനെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, അവനെന്തൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിലും, അവനെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, അവനെന്തൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിലും, ലോകം മുഴുവൻ പറയുന്ന ആ കുറ്റം, ഈ കുറ്റം, മറ്റേ കുറ്റം, നീ ശരിയല്ല, 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 നീ ആള് ശരിയല്ല, ശരിയല്ല. ദൈവം തന്നെ ഇങ്ങനെ പൊളിച്ചിട്ടൊക്കെയാണ്, ദൈവം തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്, ദൈവം തന്നെ തകർക്കുകയാണ് എന്ന് പറയുന്ന പന്ന പിശാചിന്റെ നാവിനെ മിണ്ടാതൊക്കെ എൻ്റെ കർത്താവ് പറയും, അതിന്റെ പെനാൽറ്റി ഞാൻ ഏറ്റെടുത്തു. അതിൻ്റെ പെനാൽറ്റി ഞാൻ ഏറ്റെടുത്തു. ഞാൻ നിർത്തി. ദൂത് ഇതാണ്, മകളെ, നീ പൊളിയേണ്ടതിന് പകരം എൻ്റെ കർത്താവ് പൊളിഞ്ഞു. നീ തകർക്കേണ്ടതിന് പകരം അവൻ നിനക്ക് വേണ്ടി തകർന്നു. അതുകൊണ്ട് തുറച്ചു നോക്കുന്ന ഒരു ശത്രുവിന് നീ പൊളിഞ്ഞ് ജീവിക്കുന്നത് കാണുവാൻ കഴിയത്തില്ല. പകരം നീ പണിയപ്പെട്ട് ജീവിക്കുന്നവനായി മാത്രമേ, ഒരിക്കൽ കൂടെ, നീ പണിയപ്പെട്ട് ജീവിക്കുന്നവനായി മാത്രമേ അവർക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. നീ പൊളിഞ്ഞല്ല ജീവിക്കുന്നത്, നീ പണിയപ്പെട്ട് ജീവിക്കുകയാണ്. അവൻ നിന്നെ പണിയുകയാണ്. അവൻ നിന്നെ പണിയാണ് കുട്ടി. അവൻ നിന്റെ പൊളിഞ്ഞ ആരാധനയെ പണിയുന്നു, പൊളിഞ്ഞ പ്രാർത്ഥനയെ പണിയുന്നു, തകർന്ന ആദ്യ സ്നേഹത്തെ ഇന്ന് പകൽ പണിയുന്നു. യെസ് 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 യെസ്, അവൻ ആടിപ്പടുത്തുള്ള കരം ബ്യൂട്ടിഫുൾ ആയി. ഓ, അവൻ നിന്നെ പണിയുകയാണ്. ഹല്ലേലൂയ. നിന്റെ തകർച്ച അവൻ ഏറ്റെടുത്ത് അവൻ നിന്നെ പണിത് അവൻ നിന്നെ ഒരു എക്സാമ്പിൾ ആക്കാൻ പോവാ. ദാവീദിനെ നോക്കി കർത്താവ് പറഞ്ഞു, ദാവീദിന്റെ കാലം കഴിഞ്ഞപ്പോഴേക്കും മറ്റ് രാജാക്കന്മാരെ കമ്പയർ ചെയ്യുന്ന മുഴുവൻ ദാവീദിനെ വെച്ചാണ്. ദാവീദിന്റെ കാലം പോലെ, ദാവീദ് പോലെ. സോ എന്ന പോലെ നിന്നെ അവൻ ഒരു ബെഞ്ച് മാർക്കാക്കാൻ പോവാ. നിന്റെ വീട്ടുകാർ മുഴുവൻ പറയും, ആ ആൻറ്റിയെ പോലെ, അല്ലെങ്കിൽ ആ അങ്കിളിനെ പോലെ, കാരണം ഇയ്യോബിനെ പോലെ. കാരണം നീ ചുമക്കുന്ന ഭയങ്കര ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നിനക്ക് മാത്രമല്ല അനുഗ്രഹമാകാൻ പോകുന്നേ. നിന്നെ കുറ്റം പറഞ്ഞവർക്ക് പോലും നിന്റെ പ്രാർത്ഥന ഒരു അനുഗ്രഹമാകാൻ പോവാ. നിന്റെ തകർച്ച സ്തോത്രം കർത്താവ് ഏറ്റെടുത്തു എങ്കിൽ, നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തു. നിന്റെ തകർച്ച യേശു കർത്താവ് ഏറ്റെടുത്തത് സ്തോത്രം അവൻ്റെ ചൂണ്ടുപലകയായി.
ആത്മീയ ജീവിതം ഇതാണ്. ആത്മീയ ജീവിതം ഇന്നതാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്ന് തെളിയേണ്ടതിന് വേണ്ടി നീ ദൈവത്തിൻ്റെ ഒരു സൈൻ ബോർഡായി ദൈവത്തിൻ്റെ ഒരു സൈൻ ബോർഡായി നീ നിൽക്കുവാൻ വേണ്ടി പോകുന്ന ഏത് പുസ്തകം പറയുന്നു? യോബിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ച്. മകളെ, അതിൻ്റെ 14-15 വാക്യം, 42-ാം അധ്യായം, എൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നു. നിങ്ങൾക്ക് സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, ഗേൾസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. 14-ാം വാക്യം, മൂത്തവൾക്ക് അവൻ യമിമ എന്നും രണ്ടാമത്തകൾക്ക് ഗസിയ എന്നും മൂന്നാമത്തകൾക്ക് കെരൻ ഹപ്പൂക്ക് എന്ന് പേർ വിളിച്ചു. 15-ാം വാക്യ, ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവിടെ അവൻ അവരുടെ എനിക്ക് വയ്യ, നിങ്ങൾ വായിക്കത്തില്ല, ഇംഗ്ലീഷ് മീഡിയം ആയിപ്പോയി എല്ലാവരും. അവരുടെ അപ്പൻ അവിടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. വെയിറ്റ് എ മിനിറ്റ്, സഹോദരന്മാരുടെ കൂടെ. ദാറ്റ് മീൻസ് ഇയ്യോബിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. ഇയ്യോബിൻ്റെ കാലത്ത് സഹോദരിമാർക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല, അവകാശം കൊടുക്കത്തില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവൻ അവകാശം കൊടുത്തു. ആരൊക്കെയോ നിന്നെ മാനിച്ചില്ല, പക്ഷെ കർത്താവ് അതിൻ്റെ ശേഷം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു.